ലോകത്ത് വന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും മുഴുവൻ അനാചാരങ്ങളെയും മുസ്ലിമീങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ തന്നെ കടത്തിക്കൂട്ടുവാൻ ശ്രമിച്ച ഏറ്റവും പഴച്ച സംഘമാണ് ഷിയാക്കൾ എന്നറിയപ്പെടുന്നത്. രണ്ടാമത് ആ ഷിയാക്കൾ നമ്മുടെ നാടുകളിൽ ഏതാണ്ട് രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആസൂത്രമായി പ്രവർത്തിക്കുകയും അതിന്റെ ഒരു ഭാഗമെന്നോണം ഈ നാട്ടിലെ ആളുകളെ വഴിതെറ്റിക്കുവാനായി അവർ സ്ഥാപിച്ചെടുത്ത കുണ്ടോട്ടി നേർച്ച എന്ന് പറയുന്ന ഷിയ നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഒരു ഭാഗം. മൂന്നാമത് ആ ഷിയാക്കളുടെ ആശയത്തെ ത്വരീഖത്തിലൂടെ അതേപോലെ തസൂഫിലൂടെ ഈ നാട്ടിലേക്ക് സമസ്ത എന്ന സംഘടനയുടെ പേരിൽ പ്രചരിപ്പിക്കുകയും അങ്ങനെ വളരെ എളുപ്പത്തിൽ ആ ഷിയായിസത്തെ മുസ്ലിമുകൾക്കിടയിലേക്ക് അവരെങ്ങനെയാണ് തിരികെ കയറ്റി എന്നതിന്റെ ചില ഭാഗങ്ങളുമാണ് ഇന്നത്തെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ഷിയാക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. എങ്ങനെയാണ് ലോക മുസ്ലിമീങ്ങളെ വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്, ആചാരങ്ങളിൽ എങ്ങനെയെല്ലാമാണ് വഴിതെറ്റിക്കാൻ പറ്റുക എന്ന കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വളരെ ആസൂത്രിതമായി മുസ്ലിമീങ്ങളുടെ ദീനിനെ തകർക്കുവാൻ ജൂതന്മാർ പടച്ചുവിട്ട ഒരു സൃഷ്ടിയാണ് യഥാർത്ഥ ഷിയാക്കൾ എന്നത്. അവരുടെ ആസൂത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉസ്താദ് തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിലേക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ആയത്തുല്ലാ ഖുമൈനി ഷാ പഹ്ലവിയെ പരാജയപ്പെടുത്തി ഇറാനിന്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ലോകത്തുള്ള ഈ ഷിയ സംഘടനകളുടെ വലിയ ആയത്തുള്ളമാർ ഒന്നിച്ചൊരുമിച്ച് കൂടി ഒരു യോഗം ചേർന്ന് 50 കൊല്ലം കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ 60% ഷിയാക്കണം എന്നൊരു തീരുമാനമുണ്ട് അവർക്ക്. അതിന് അവരുടെ മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ്, കുറച്ചൊന്നുമല്ല, മുഴുവൻ സ്വത്തിന്റെ ഹുമൂസ് ഈ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നാ. എത്ര വലിയ ലോക കോടീശ്വരന്മാരുള്ളവരാ. ഈ പണം ഇറക്കിയിട്ട് അറബി ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരു കക്ഷിയിൽ ഒരു ഭാഗത്ത് ഷിയാക്കളാണ്. എവിടെ നോക്കിയാലും ബഹ്റൈനിൽ ഉണ്ടായത് അതാണ്, യമനിൽ ഉണ്ടായത് അതാണ്, ഇപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാ അറബി നാടുകളിലും ഒരു ഭാഗത്ത്. ഇനി അങ്ങനെ നടക്കൂലല്ലോ നമ്മുടെ നാട്ടിലൊന്നും. നമ്മളൊക്കെ മതേതര രാജ്യമല്ലോ. ഇവിടക്ക് പറ്റിയ മാർഗമാണ് ത്വരീഖത്തിന്റെ മാർഗത്തിലൂടെ ശൈഖന്മാരായി അഭിനയിച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുക. അതിന് കോടികൾ വെള്ളം പോലെ ഒഴുക്കുന്നുണ്ട്. മനസ്സിലാവും. ഇപ്പൊ ഇയാളെ പറ്റി തന്നെ ഞാൻ കേട്ടു. അജ്മീറിലൊക്കെ ചെന്നാൽ പണം ഇങ്ങനെ വെള്ളം ഒഴുകും പോലെ ഒഴുകുക. പണത്തിനൊരു പ്രശ്നം തന്നെ ഇല്ല. ഇവിടുന്ന് ഏതെങ്കിലും മലയാളിമാർ കൊടുത്തിട്ടല്ലാതെ, മറിച്ച് ഇറാന്റെ ഫണ്ട് ഷിയ മതം പ്രചരിപ്പിക്കും. ഇവിടെ കേരളത്തിലെ ഉലമാക്കന്മാരുടെ ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ സംഘടിത ശക്തി ഒന്നുള്ളത് കൊണ്ടാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവർ വളർന്നപ്പോഴും കേരളത്തിൽ അവർക്ക് വളരാൻ കഴിയാതിരുന്നത്. അതിപ്പെട്ടാണ് നമുക്കറിയാം. നിങ്ങൾക്ക് ചിലർക്ക് അറിയാൻ പറഞ്ഞില്ല, ഈ കൊണ്ടോട്ടി കൈക്കാരെന്ന് അറിഞ്ഞിട്ട് കുറെ കാക്കാമാരും ഒന്നില്ലല്ലോ. തങ്ങന്മാരൊന്നും അല്ല കേട്ടോ, വേടിക്കൊന്നും വേണ്ട. തങ്ങന്മാരൊന്നുമല്ല, ഫക്കീറന്മാരെന്ന് അവര് തന്നെ പറഞ്ഞില്ല. ബോംബെന്ന് വന്ന ഷിയാക്കളാണ്. അവര് ബ്രിട്ടീഷുകാരുമായി, ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരായി അവരുടെ ശമ്പളം വാങ്ങിയിട്ട് മുസ്ലിംകളെ ഷിയ മതത്തിലേക്ക് കൂട്ടി ഇവിടെ അനൈക്യമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അവര്. അതിന് മറ്റേ ഷാ എന്ന് പറഞ്ഞിട്ട് കുറെ ഷാ, എല്ലാ ഷാ ഷിയായിരുന്നു വന്ന ഷാ. അവിടെ മുഹറം 10 തീയിൽ ചാടൽ ഉൾപ്പെട്ട് നെരുങ്ങത്തടി വരെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടു, വ്യക്തമായ പ്ലാനാണ് നമ്മുടെ നാട്ടുകാരനായ ഈ കീശേരിക്കാരനായ ഉസ്താദ് ഈ പ്രസംഗിച്ചത്. അപ്പൊ എല്ലാ രംഗത്തും എല്ലാ രാജ്യത്തും ഇവർ കൃത്യമായ ആസൂത്രണമുണ്ട്. അത് നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏത് വഴിക്കാ വന്നത്? അദ്ദേഹം തന്നെ പറഞ്ഞു, ത്വരീഖത്തിന്റെ പേരിലാണ്, സൂഫി മാർഗത്തിലൂടെയാണ്. ത്വരീഖത്തുകാരായി ശൈഖുമാരായി രംഗത്ത് വന്ന് ഈ നാട്ടുകാരെ വിശ്വാസം പഠിപ്പിക്കാൻ, ഈ നാട്ടുകാരുടെ ആദർശം പഠിപ്പിക്കാൻ, ആചാരങ്ങൾ പഠിപ്പിക്കാനാണ് ഷിയാക്കൾ പരിശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. ഏതാണ്ട് 250 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പേരിട്ടിരിക്കുന്ന ആ ഷിയ മനുഷ്യൻ തങ്ങൾ എന്ന പേരിൽ രംഗപ്രവേശനം ചെയ്തു. അപ്പൊ അന്നു മുതൽ ഈ നാട്ടിൽ ദീനു മാറ്റിമറിക്കാനുള്ള പരിശ്രമം ഉണ്ട് എന്നർത്ഥം. ഇന്ന് നമ്മുടെ നാട്ടിൽ ആശയമായി കൊണ്ടുനടക്കപ്പെടുന്ന ഒട്ടുമിക്ക അനാചാരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ എല്ലാം 150 കൊല്ലം, 200 കൊല്ലം, 250 കൊല്ലം, അതിനപ്പുറത്തേക്ക് അതിലധികം ആയുസ്സൊന്നും കാണുകയില്ല.
ഈ ഷിയാക്കളിലൂടെയാണ് ഈ നാട്ടിലേക്ക് അത്തരം അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവന്നത് എന്നർത്ഥം. ഇവിടെ വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹം പറഞ്ഞുവല്ലോ, സംഘടിതമായ പ്രവർത്തനം ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കാത്തത്. അല്ല, ആ സംഘടിതമായ പ്രവർത്തനങ്ങളെ തന്നെ ഈ ഷിയായിസത്തിന് വേണ്ടി, അതിന്റെ പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവര് പോലും അറിയാതെ സംഘടിതമായ ഈ സംരംഭങ്ങളെ പോലും ഉപയോഗിക്കുന്ന രീതിയാണ് ഷിയാക്കൾ സ്വീകരിച്ചു പോകുന്നത്. ഒരുപക്ഷം അറിയുന്നില്ല. ഇന്നത് പച്ചയായി പരസ്യമായി തന്നെ ഔദ്യോഗികമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ട്രസ്റ്റ് രൂപീകരിച്ച് ഔദ്യോഗികമായി ഷിയ എന്ന പേരിൽ തന്നെ ഇന്ന് പുറത്തു വരാൻ അവർ ധൈര്യം കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇത് കേവലം ഒരു സുന്നി മുജാഹിദ് തർക്കമായി കാണേണ്ട വിഷയമല്ല. ഈ നാടിനെ ബോധപൂർവ്വം മുസ്ലിമീങ്ങളെ അഖീദയെ പിഴപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഉസ്താദ് പറയട്ടെ, ഏതൊക്കെ രൂപത്തിലാണ് ഇവിടെ പ്രചാരങ്ങൾ ഉള്ളത് എന്ന്. ഈ കേരളീയ വർത്തമാന കാലത്ത് പ്രബോധന മേഖലയിലേക്ക് ഷിയ സ്വാധീനമുണ്ടോ? തീർച്ചയായും അതൊരു ഷിയയിസം പല രീതിയിലും നുഴഞ്ഞു കയറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മുമ്പ് വിവരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സബ്, അതിനെ തുടർന്ന് പിന്നീട് ജൂതന്മാരായ ചില ഏജന്റുമാരൊക്കെ അത് ഏറ്റെടുക്കുകയും അവരിതിന്റെ പ്രബോധനം ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ബുദ്ധിപരമായ രീതിയിൽ പലപ്പോഴും ഈ ഒരു സ്വാധീനം നമ്മുടെ ഇസ്ലാമിക് മൂവ്മെന്റുകളിൽ, ഹറക്കാത്തുകളിൽ പോലും നടത്താൻ വേണ്ടി അത് കക്ഷിഭേദമന്യേ അലി ശരീഅത്തിയുടെ പുസ്തകങ്ങൾ, കാംനിയുടെ പുസ്തകങ്ങൾ, അതുപോലെ വിലായത്തെ ഫഖഹിയെ കുറിച്ചുള്ള ചിന്താധാരകൾ, ഇതൊക്കെ പരിഭാഷകളിലായും അല്ലാതെയുമൊക്കെ. അപ്പൊ പലപ്പോഴും ഇത് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി പലപ്പോഴും അത് ഇസ്ലാമിക ചിന്തകൾക്ക് മാത്രമാണെന്ന് പറയുമ്പോഴും ഇത് നൽകുന്നത് ഒരു ഷീഈ ചിന്താഗതിയെ വെള്ളപൂശുന്ന രീതിയിലുള്ള പല മൂവ്മെന്റുകളും നമുക്ക് ഒരു ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കല്ല, നിഷ്പക്ഷമായി ആ വിഷയം വീക്ഷിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു സ്വാധീനം കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഈ സ്വാധീനം വന്നിട്ടുണ്ട് എന്ന് ഉസ്താദുമാർ ഇന്ന് എല്ലാവരും സമ്മതിക്കുന്ന സാഹചര്യമാണ്. അത് എവിടെയാണ് വന്നത് തിരിച്ചറിയേണ്ടതില്ലേ? ആ സ്വാധീനം തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ, ആചാരങ്ങളിൽ അലങ്കാരം എവിടെങ്കിലുമല്ല സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട ബാധ്യത നമുക്കില്ലേ? ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ പ്രോഗ്രാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നു മാത്രമല്ല, നമ്മുടെ പരിസരങ്ങളിൽ ഈ കീശേരിയിലും കുണ്ടോട്ടിയിലും ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള ഉസ്താദുമാരെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ഉസ്താദ് പറയുന്ന ഭാഗം കൂടി കേൾക്കാം നമുക്ക്. നാടുകളിൽ കാസർഗോഡും കർണാടകയിലൊന്നും അല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മേഖലയിൽ തന്നെ എത്തിയിരിക്കുന്നു ഈ മുസീബത്ത്. നേരത്തെ പറഞ്ഞ ഏതാ സർക്കാർ വാപ്പാന്ന് മറ്റോ പറയുന്നത്, ഒരു തമയൻ കൊട്ടപ്പുറത്ത് ഒരുപാട് മുത്തല്ലിമീങ്ങളും സൈദി, ദാരിമി, സഖാഫി ഉൾപ്പെടെയുള്ള ആളുകൾ വരെ നമ്മളെ കൊട്ടപ്പുറത്ത് അവരൊരു ഏക്കർ സ്ഥലം ഒരാൾ വഖഫ് ചെയ്ത് മൂല്യരാണ് അവരെ വലിയ സെന്റർ വരാൻ പോവുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരുപാട് താല്യങ്ങൾ വരെ അതിൽ വിട്ടുപോയിട്ടുണ്ട്. ഞാനിതൊരു 1.5 കൊല്ലം മുമ്പ് അറിഞ്ഞു. ഇവിടല്ല, കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്നും അതിന്റെ പിന്നിൽ ചില നമ്മളെ മൂല്യന്മാരാണെന്നും അറിഞ്ഞു. അവരെ മറ്റുള്ളവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഒരുപാട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാള് തുറന്ന് പച്ചയായി പറയുന്നത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിന്റെ പിതാവായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെയും ശപിക്കലും വിമർശിക്കലും ആക്ഷേപിക്കലും ഞങ്ങളുടെ ആദർശമാണ്, അത് ഞങ്ങളുടെ ദീനാണ്, മരണം വരെ അത് ഞങ്ങൾ ചെയ്യും. മറ്റൊന്ന് പോലെ മനസ്സിലാക്കാൻ. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ മുസ്ലിംമാരെ പെടുന്നത്? അപ്പൊ സഹാബത്തിനെ വിമർശിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഉറപ്പനെ. അപ്പൊ കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ കുറ്റപ്പുറത്തടക്കം കേന്ദ്രമുണ്ടാകുന്നുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടുവത്രേ, കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നുവത്രേ. എന്തിന്? ഷിയായിസം പ്രചരിപ്പിക്കാൻ. അദ്ദേഹം വേദനയോടെ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണ്, നാം കുറ്റപ്പെടുത്തുകയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൽ ഉള്ള മുതഅല്ലിമീങ്ങൾ വരെ അതിൽ പെട്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. ദാരിമിമാരുണ്ട്, അതേപോലെ ഫൈസിമാരുണ്ട്, സൈദിമാരുണ്ട്, കിതാബ് ഓതി പഠിച്ചുവെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും അതിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ആളുകൾ
സ്വഹാബിമാരെ ചീത്ത പറയുന്നവർ, ഹദീസിനെ പുച്ഛിക്കുന്നവർ, വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് വാദിക്കുന്നവർ, അതിന് പക്ഷേ മുസ്ലിയാരുടെ പേരിലും മൗലവിയുടെ പേരിലും ഒക്കെയായി പല രൂപത്തിലും പല സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പൊ കാണാം CH മുസ്തഫ, അത് മറ്റൊരു ഷിയയാണ്. ഒക്കെ ഉള്ളിൽ അവരൊക്കെ ഒന്നാണ്. പുറത്തേക്ക് വ്യത്യസ്തമായ പേരിട്ടുകൊണ്ട് ഓരോ ടീമിനെ എങ്ങനെ പിടിക്കാൻ പറ്റോ അതിന് പറ്റിയ ആളുകൾ ഇറക്കാറുണ്ട്. മുസ്ലിയാക്കന്മാരെ പിടിക്കാൻ അങ്ങനെ ചില മനുഷ്യന്മാരെ ഇറക്കുക, അല്ലാത്തവരെ പിടിക്കാൻ ഇങ്ങനത്തെ ആളുകൾ ഇറക്കുക. എല്ലാം ഷിയാക്കളുടെ അജണ്ടകൾ തന്നെയാണ്. എന്നിട്ട് എല്ലാത്തിനെയും ആശയം ഒന്നായിരിക്കും സ്വഹാബത്തിനെ ആക്ഷേപിക്കുക. വിശിഷ്യ അബൂ ഹുറൈറയെ, മുആവിയയെ, ആയിഷ റളിയല്ലാഹുഅൻഹയെ അടക്കമുള്ള സ്വഹാബത്തിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും മോശമായ പദപ്രയോഗങ്ങളിൽ പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആ സ്വഹാബത്തിലുള്ള ഒരു ബഹുമാനത്തെ ഇല്ലാതാക്കിയാണ് ഷിയാക്കൾ അടിസ്ഥാനം തന്നെ. യഥാർത്ഥത്തിൽ ആരാ ഷിയാക്കൾ? ഇസ്ലാമിനെ തകർക്കാനായി ജൂതന്മാർ ഉണ്ടാക്കിവിട്ട പിഴച്ച ഒരു സംഘമാണ് ഷിയായിസം എന്നുള്ളത്. ഇസ്ലാമിന്റെ വിശ്വാസ മേഖലകളിൽ എല്ലാ രംഗത്തും ഇസ്ലാമിന് ബദലായി പുതിയ വിശ്വാസം പ്രചരിപ്പിക്കുകയും അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിന്റെ പേരിൽ തെളിവുണ്ടാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ് ഷിയാക്കൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന് ഷിയാക്കൾക്ക് വലിയ തെറ്റായ വിശ്വാസമാണ് അവർ കൊണ്ടെടുക്കുന്നത്. അള്ളാഹുവിന്റെ സിഫാത്ത്, നാമഗുണ വിശേഷങ്ങളിൽ അതേപോലെ പടച്ചറബുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക മേഖലയും ഷിയാക്കളുടെ വിശ്വാസം വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച വിശ്വാസമല്ല. അല്ലാഹു തആല സത്യത്തിലേക്ക് അവതരിക്കുമെന്ന ഹുലൂലവാദം, ഇത്തിഹാദവാദം വരെ ഷിയാക്കളുടെ വാദമാണ്. അത് ത്വരീഖത്തിലൂടെ, തസവ്വുഫിലൂടെ നമ്മുടെ നാട്ടിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം. പ്രവാചകന്മാർക്ക് ദൈവികമായ പരിവേഷം നൽകി അവരൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരായി, അവരെല്ലാം എവിടെയും വിളിച്ചായി ഓടിയെത്തുന്നവരായി പരിചയപ്പെടുത്തിയത് ഷിയാക്കൾ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബികളാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. അല്ലാഹു തആല നബിയെ പടച്ചുവെന്നും എന്നിട്ട് ലോകം പടക്കാൻ അല്ലാഹു നബിയെ ഏൽപ്പിച്ചുവെന്നും ആ നബിയാണ് പിന്നീട് ബാക്കി പടച്ചത് എന്നും അങ്ങനെ നബിയാണ് അൽ മുദബ്ബിറു സാനി, രണ്ടാമത്തെ മുദബ്ബിർ നബിയാണ് എന്നും പിന്നീട് നബി അത് അലിയെ ഏൽപ്പിച്ചു, ബാക്കി അലിയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അതേപോലെ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമല്ല എന്നും ഇന്ന് കാണുന്ന ഖുർആനൊക്കെ സ്വഹാബിമാർ പലരും വെട്ടിച്ചുരുക്കി ഒരുപാട് ഒഴിവാക്കി വിട്ട് അതിന്റെ ബാക്കി മാത്രമാണ് ഇന്നുള്ളത് എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. വിശുദ്ധ ഖുർആനിന് രണ്ടു തരം അർത്ഥമുണ്ട് എന്നും, ഒന്ന് ലാഹിറായ പ്രത്യക്ഷമായ അർത്ഥമാണ്, മറ്റൊന്ന് പരോക്ഷമായ ബാത്തിനായ അർത്ഥമാണ്. ആ പ്രത്യക്ഷാർത്ഥം മാത്രമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് മാത്രമാണ് തഫ്സീറുള്ളത്. എന്നാൽ പരോക്ഷമായ അർത്ഥം പഠിപ്പിക്കാൻ ശൈഖുമാര് വരണം, ഇമാമമാര് വരണം എന്ന വാദമാണ് ഷിയാക്കൾക്കുള്ളത്. അത് തന്നെയാണ് ത്വരീഖത്തുകാർക്കുമുള്ളത്. ത്വരീഖത്തുകാരന്റെ വാദവും ഖുർആന് രണ്ടൈറ്റം അർത്ഥമുണ്ട് എന്നാണ്. മലയാളത്തിൽ പരിഭാഷ ഇറങ്ങി, വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പരിഭാഷ ഉണ്ടായിരിക്കെ മറ്റൊരു പരിഭാഷ ഇറങ്ങി. എന്താ? വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. വിശുദ്ധ ഖുർആൻ ഉൾസാര വ്യാഖ്യാനം. മറ്റുള്ള പരിഭാഷകളൊക്കെ ബാഹ്യമായ സാരം മാത്രമാണ് പഠിപ്പിച്ചത്. ഇത് ഉൾസാരം പറയാനാണ്, ബാത്നിയായ പരോക്ഷമായ അർത്ഥം പറയാനാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട പരിഭാഷ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പിഴച്ച വിശ്വാസങ്ങൾ, അവര് മഹ്ഫൂദീങ്ങളാണ്, മഅ്സൂമീങ്ങളാണ്, ഇസ്മത്തുള്ളവരാണ്, പാപസുരക്ഷിതരാണ്, ദൈവികമായ പരിവേഷമുള്ളവരാണ്. വിശിഷ്യ അലി ഇബ്നു അബീ ത്വാലിബ്, അദ്ദേഹത്തെ കുറിച്ച് ചിലർ പറഞ്ഞു ദൈവികമായ അംശമുണ്ട്. ചില ഷിയാക്കൾ പറഞ്ഞു നബിയാകേണ്ടത് അലിയായിരുന്നു, ആളുമാറിയിട്ടാണ് വഹയ് നബിക്ക് പോയത് എന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുണ്ട്. അലിയാണ് മഹദി എന്നും ആ അലി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും ഇത് ഖിയാമത്തിന് മുന്നോടിയായി വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഷിയാക്കളുണ്ട്. നബി കുടുംബവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങളാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. നബി കുടുംബത്തിന്റെ മറവിൽ, ആ സ്നേഹത്തിന്റെ മറവിലാണ് എല്ലാ അന്ധവിശ്വാസവും കൊണ്ടുവന്നത്. നബി കുടുംബത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അതിനപ്പുറത്തില്ലാത്ത മഹത്വങ്ങളെ കെട്ടിച്ചമച്ചുണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് ഇല്ലാത്ത കഥകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ആ വിഷയത്തിൽ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഒരുപാട് ആളുകളെ നബി കുടുംബം എന്ന പേരിൽ, തങ്ങന്മാരെന്ന പേരിൽ സമൂഹത്തിലേക്ക് ഇറക്കിയത്. ഒരിക്കൽ നബി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലും തങ്ങളാണെന്ന് പറഞ്ഞ്, അഹ്ലുബൈത്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ആ അഹ്ലുബൈത്തുള്ള സ്നേഹത്തെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയുമാണ് അവർ ചെയ്തത്. കൊടുത്ത കഴിവിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ല എന്നും, അങ്ങനെ തേടിയാൽ ദുആ അല്ല എന്നും, അത് ഇബാദത്തല്ല എന്നും, അത് കല്ലായാലും ശരി, മരമായാലും ശരി, ഖബറായാലും ശരി, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരാണെങ്കിലും ശരി, സ്വയം കഴിവുള്ള റബ്ബാണ്, ഖാലിഖാണ് എന്ന വിശ്വാസമുണ്ടെങ്കിലേ ആ തേട്ടം ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ഇബാദത്താവുകയില്ല എന്ന തനിഞ്ഞ വിശ്വാസം പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. ഖബറുകൾ കെട്ടിയുയർത്തിയത്, ദർഗയുണ്ടാക്കിയത്, ചാരമുണ്ടാക്കിയത്, അവിടെ ആണ്ട് സംഘടിപ്പിച്ചത്, അങ്ങനെ തുടങ്ങി ഖബറുമായി ബന്ധപ്പെട്ട മുഴുവൻ അനാചാരങ്ങളുടെയും ഉപജ്ഞാതാക്കൾ ഷിയാക്കളാണെന്ന് കാണാൻ കഴിയും. പല ദിവസങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് ആ ദിവസം പുണ്യമാണ്, ഈ സമയം പുണ്യമാണ്, ആ സ്ഥലം പുണ്യമാണ്, ഈ ദിവസം നഹ്സാണ്, ദുസ്സഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശകുനവും ശകുനപ്പിഴയും ഇസ്ലാമിനെ പേരിൽ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്.
പ്രധാനമായും 3 വിഭാഗമാണ് ഷിയാക്കൾ. 1 ഇസ്മായിലികളാണ്, 2 ഇസ്നാശികളാണ്, 3 സൈദിയാക്കളാണ്. ഈ 3 വിഭാഗത്തിൽ ഇസ്മായിലികൾ ഏറ്റവും വലിയ തീവ്ര സ്വഭാവമുള്ള ആളുകൾ. അവരാണ് ഫാത്തിമികൾ, ഉബൈദികൾ എന്നൊക്കെ പേരിൽ ലോകത്ത് വ്യാജമായി അറിയപ്പെടാൻ ശ്രമിച്ചത്. അവരാണ് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ മനുഷ്യന്മാർ. 20 കൊല്ലക്കാലം കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് ഇല്ലാത്തൊരു കാലമുണ്ട്. ഹിജ്റ 300-കളിൽ അത് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഷിയാക്കളാണ്. അവരാണ് നബിയാഘോഷം തുടങ്ങി വെച്ചത്. അവരാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു ജാറമുണ്ടാക്കിയത്. ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ വ്യാജമായ ജാറമുണ്ടാക്കിക്കൊണ്ട് ജാറം എന്ന സമ്പ്രദായം ഈ ഉമ്മത്തിൽ തുടക്കമിട്ടത് ഷിയാക്കളാണ്. മാലപ്പാട്ടുകൾ, മൗലീദുകൾ, അതേപോലെ വ്യത്യസ്തമായ പേരിലുള്ള വ്യത്യസ്തമായ അപ്രമാദിത്വം കൽപ്പിക്കുന്ന പദ്യഗദ്യങ്ങൾ, അതിന്റെ ഉപജ്ഞാതാക്കൾ ഷിയാക്കളാണ്. ജന്മദിനാഘോഷങ്ങൾ, അതേപോലെ ജന്മദിനാഘോഷങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് അങ്ങനെ പരിചയമില്ല. അതിവിടെ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. സ്വഹാബിമാരെ തള്ളിയവർ, ഹദീസ് നിഷേധിച്ചവർ, വ്യാജ ഹദീസുകളെ വ്യാജമായി കെട്ടിയുണ്ടാക്കിയവർ, അതെല്ലാം ഷിയാക്കളാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വിശ്വാസാചാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിമുകളെ പ്രേരിപ്പിക്കാൻ രംഗത്ത് വന്ന ഒരു സംഘമാണ് ഷിയായിസം എന്ന് പറയുന്നത്. ആ ഷിയാക്കളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ മനസംഘടനകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഉസ്താദുമാരിലൂടെ ത്വരീഖത്തിന്റെ പേരിൽ, തസൗഫിന്റെ പേരിൽ ഉണ്ട് എന്നാണ് അവരിൽ തന്നെ പെട്ട ആളുകൾ, ഒന്നിലെ ഉസ്താദുമാർ പറഞ്ഞത് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഇനി അത് മാത്രമല്ല, അലിം സഖാഫി അടുത്ത് നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ നടക്കുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതൊക്കെ പലപ്പോഴും ചെന്നെത്തുക ഷിയാക്കളിലേക്കാണ് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗിച്ച ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഈ ഇന്ന് കാണുന്ന ഒരു വിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, എത്രയോ സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിന്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിന്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറെ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു ത്വരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറെ ത്വരീഖത്തുകളെ മുരട് ചെന്ന് എത്തുന്നത്. അവിടെയാണ്. അതാണെങ്കിലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിലെ ഉലമാക്കൾ അല്ലേ, അതുപോലെ പൊന്നാനി കൈക്കാർ, അവരെല്ലാവരും ശക്തമായി എതിർത്ത ഒരു ഷീഈ വേരുകളുള്ള ഒരു വ്യാജ ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് അന്നത്തെ നമ്മുടെ ഉലമാക്കളൊക്കെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാകും. അങ്ങോട്ടാണ് അപ്പൊ ത്വരീഖത്തുകൾ മിക്കവാറും എത്തുക ഷിയായിസത്തിലേക്കാണ് എന്നാണ് ത്വരീഖത്തിന്റെ പ്രചാരകരായ ഇത്തരം മനുഷ്യന്മാർ തന്നെ ഇപ്പൊ തുറന്ന് പറയുന്നത്. ഇപ്പൊ പരിശോധിക്കുക, ഏതാ വ്യാജന്, ഏതാ ഒറിജിനൽ എന്ന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്ക. ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ത്വരീഖത്ത് എന്ന സംവിധാനം, ആ ഒരു ആശയം തന്നെ ഷിയാക്കളുടെ മുമ്പിൽ നിന്നുണ്ടായതാണ്. അഹ്ലുസ് സുന്നക്ക് പരിചയമില്ല. ഒറ്റ സുഹൈബിന്റെ പേരിൽ ഇവിടെ ത്വരീഖത്തുണ്ടോ? അലിയുടെ പേരിലല്ലാതെ അബൂബക്കർ സിദ്ദീഖിന്റെ പേരിൽ ത്വരീഖത്തുണ്ടോ? ഉമർ ഖത്താബിലേക്ക് എത്തുന്ന ഒരു പരമ്പരയുണ്ടോ? ഇല്ല. ഖാദിരിയ, റിഫാഇയ, നഖ്ശബന്ദിയ, ജുഹറവർദിയ, ഐദറൂസിയ, സിസ്തിയ, ഹസനിയ, ഹുസൈനിയ തുടങ്ങി ആയിരക്കണക്കായ ത്വരീഖത്തുകൾ. ആ ത്വരീഖത്തുകളെ മുഴുവനും ചെന്നെത്തുക അലി ബി ത്വാലിബിലേക്കാണ്, ഹസൻ ഹുസൈനിലേക്കാണ്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖിലേക്ക്, ഉമർ ഖത്താബിലേക്ക്, ഉസ്മാൻ അഫ്ഫാനിലേക്ക്, ആയിഷ ബീവിയിലേക്ക് എത്തുന്ന ത്വരീഖത്ത് കാണുക സാധ്യമല്ല. എന്താ അങ്ങനെ ഉണ്ടായത്? അതൊക്കെ ഷിയാക്കൾ. എന്റെ ഖാദിരിയ ത്വരീഖത്ത്, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഖാദിരിയ ത്വരീഖത്ത് ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് മറ്റൊന്നുമല്ല, അത് അലിയിലേക്ക് 2 വഴിക്കെത്തുമെന്നാണ്. അന്തൽ ഹസനിയ്യ വൽ ഹുസൈനിയ്യ കുന്ത മഅ. ശൈഖേ, താങ്കൾ ഹസനിയുമാണ് ഹുസൈനിയുമാണ്, കുന്ത മഅൻ, ഇത് രണ്ടും ഒരേ സമയം ഒത്താളാണല്ലോ എന്നാണ്. അഥവാ ഉമ്മ വഴിക്ക് ഹസൻ ബിൻ അലിയിലേക്ക്, ബാപ്പ വഴിക്ക് ഹുസൈൻ ബിൻ അലിയിലേക്ക്, ഇങ്ങനെ 2 കൂടി ഒത്താളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ 2 വഴിയിലും അലിയിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയ ആളാണ് താങ്കൾ. അതുകൊണ്ടാണ് ഖാദിരിയ ത്വരീഖത്ത് അത്ര വലിയ പ്രചാരം കിട്ടിയത്. റിഫാഇയ ത്വരീഖത്ത് അലിയിലേക്കാണ്, നഖ്ശബന്ദിയ അലിയിലേക്കാണ്. തീജാനി വരെ, അഹ്മദ് തീജാനി എന്ന് പറയുന്ന മനുഷ്യൻ 200 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വിട്ട തീജാനിയ ത്വരീഖത്ത്, റഹ്മത്തുള്ളാഹി ഖാസിമയ്ക്ക് പോയി ബൈഅത്ത് ചെയ്ത ആ തീജാനി ത്വരീഖത്ത് വരെ ശുദ്ധ ഷിആയിസമാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. എല്ലാ ത്വരീഖത്തുകാരും
എല്ലാ തുരീഖത്ത് എന്ന ആശയം തന്നെ അത് ഷിയായിസമാണ്. ഇനി അതിനിടയിൽ വ്യാജമല്ലാത്ത തുരീഖത്തുണ്ടോ ഒറിജിനൽ തുരീഖത്തുണ്ടോ ഇത് തപ്പാൻ പോകേണ്ട കാര്യമില്ല. തുരീഖത്ത് എന്ന ആശയം തന്നെ ഉണ്ടാക്കിയത് ഷിയാക്കളാണ്. അവരിൽ നിന്നാണ് അതിന്റെ തുടക്കം. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ ഇത്തരം തസവുഫ് എന്ന പേരിൽ തുരീഖത്ത് എന്ന പേരിലൊക്കെ ചിന്തകൾ ഉടലെടുത്തപ്പോൾ അന്നത്തെ പണ്ഡിതന്മാർ തന്നെ അതിശക്തമായി എതിർത്തത് കാണാൻ കഴിയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ നിന്ന് പോരുമ്പോൾ അവിടെ ചില ആളുകളെ കാണാനിടയായി. സൂഫികൾ എന്ന പേരിലാണ് അവർ അവിടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്ക് മനസ്സിലായത് അവരെ കൂടെ ഒരാള് 40 ദിവസം അവരെ കൂടെ താമസിച്ചാൽ പിന്നെ ഒരു കാലത്തും അവന്റെ ബുദ്ധി തിരിച്ചു കിട്ടുകയില്ല. 40 ദിവസം അവരെ കൂടെ നടന്നാൽ ഒരു കാലത്തും അവന്റെ ശരിയായ ബുദ്ധി പിന്നെ മടക്കി കിട്ടുകയില്ല. അത്രയേറെ ബുദ്ധിശൂന്യനായി അവർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവരൊക്കെ ഈ ശൈലിയെ ശക്തമായി വിമർശിച്ച ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇമാം അഹ്മദ് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ രാത്രി അവരൊന്നാകെ തുള്ളുന്നു, നൃത്തം വെക്കുന്നു, ഉറക്കെ പാട്ട് പാടുന്നു, പലതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദിക്റാണ് എന്ന പേര്, പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുന്നു. എന്താ അവരെ കുറിച്ച് പറയാനുള്ളത്? ഇമാം അഹ്മദ് ചോദിച്ചു, ആ മജാനീനുഹും, ഒരു ഭ്രാന്തന്മാരാണോ ചോദിച്ചു. അല്ല, ഭ്രാന്തന്മാരൊന്നുമല്ല, ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. അസ്ബിയാനുഹും, ചെറിയ മക്കളാണോ ചോദിച്ചു. അല്ല, ചെറിയ കുട്ടികൾ, മുത്ത മനുഷ്യന്മാരാണ്. എന്നാ എനിക്കൊന്നും പറയാനില്ല. ഈ രണ്ട് കൂട്ടരെ ചെയ്യുള്ള പണി ഒന്നുകിൽ ഭ്രാന്തന്മാര് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ചെറിയ മക്കള് അവരത് ചെയ്യുകയുള്ളൂ. അല്ലാതെ എല്ലാം തികഞ്ഞ നല്ല മുത്ത മനുഷ്യന്മാര് ഒന്നാകെ ഭക്ഷണം കഴിച്ച് രാത്രി ഒന്നാകെ തുള്ളിയിട്ട് അത് ഇബാദത്താണ് പറയുകയാണെങ്കിൽ പിന്നെ അവരെ കുറിച്ച് എന്ത് പറയാൻ എന്ന് ഇമാം അഹ്മദ് പറഞ്ഞത് ഇമാം ശാത്തബിയുടെ കിതാബുൽ ഇത്തിസാമിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ കാലം മുതൽ തന്നെ ഇതിനെതിരെ കൃത്യമായ ഇത്തരം ചില പ്രതിരോധങ്ങൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചെയ്തു പോന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ആ ഷിയായിസമാണ് നമ്മുടെ നാട്ടിൽ ഈ കണ്ട അന്ധവിശ്വാസങ്ങൾ മുഴുവനും കൊണ്ടുവരുന്നത്. ഇന്ന് സമസ്ത പ്രചരിപ്പിക്കുന്ന ഏത് ആശയമെടുത്താലും, സമസ്ത പ്രചരിപ്പിക്കുന്ന അവർ കൊണ്ടെടുക്കുന്ന ഏത് ആചാരമെടുത്താലും ആ ആചാരങ്ങളെല്ലാം ചെന്നെത്തുക ഷിയാക്കളിലേക്ക് തന്നെയാണ്. എത്ര കാര്യമായി മുജാഹിദ് പറയുന്നു. അന്നൊക്കെ എതിർത്തവർ ഇപ്പോൾ അവരൊക്കെ പല ഭാഗത്തും പറയാൻ തുടങ്ങി, പല ഭാരത്തിലും പറയാൻ തുടങ്ങി ഇത് ഷിയായിസമാണ്. ഇന്നിപ്പോ അപ്പുറത്തുണ്ട് വയല്, ഇതേ സമയത്ത് അപ്പുറത്ത് വയലുണ്ടെന്താ മുന്നോട്ട് ചരിത്രം പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? ഇത് ഷിയായിസം പഠിപ്പിക്കാനാണ്. ഇത് ഷിയായിസമാണ് പഠിപ്പിക്കാൻ വേണ്ടി ഇത് പ്രത്യേകം വായ വെച്ചു. ഇവിടേക്കാൾ വരാക്കാനും പറ്റും, അതോടൊപ്പം അപ്പുറത്തെ ക്ലാസ് ആയും ചെയ്തു എന്ന നിലയ്ക്ക് ഇന്നവിടെ വായ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഈ ഷിയാക്കളെ വിശ്വാസാചാരങ്ങൾ നമ്മൾ അറിയാതെ നമ്മിലേക്ക് വന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ. ഒറ്റ ഉദാഹരണം പറയാം. നഹ്സ്, നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ഒന്നാലോ നഹ്സ് എന്നുള്ളത്. മുഹറം 1 മുതൽ 10 വരെ നഹ്സ്, എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച നഹ്സ്, ഇങ്ങനെ തുടങ്ങി നമ്മളെ ഏത് സമസ്ത എടുത്താലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കലണ്ടറുകളൊക്കെ പരിശോധിച്ചാൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിനങ്ങൾ. ഖലീൽ ബുഖാരിന്റെ കോളേജ് മുതൽ കാന്തപുരത്തിന്റെ മർക്കസ് മുതൽ എല്ലാ സ്ഥാപനത്തിന്റെയും കലണ്ടറുകളിൽ എല്ലാ പേജിലും കാണാം നഹ്സ് ദിവസങ്ങൾ. ആ മാസത്തിൽ ഏതൊക്കെ നഹ്സ്. എന്താ നഹ്സ്? ബറക്കത്തില്ലാത്തത്, ശൂന്യമായത്, ബറക്കത്തില്ലാത്ത ദുസ്സഗുണമായ ദിവസങ്ങൾ അന്നൊന്നിനും പറ്റൂല. ഒരു മനോരമ വായിച്ചാൽ ആഴ്ച ദിവസം ഉണ്ടാവും ദ്വാരഫലം എന്നൊരു ഹാഫ് പേജ്. ആ ആഴ്ചയിൽ ഏതൊക്കെ ദിവസം എന്തിനൊക്കെ പറ്റും എന്തിനൊക്കെ പറ്റൂല എന്ന് പഠിപ്പിക്കാനാണ് ആ പേജ്. ഒരിക്കലും സ്വാതന്ത്ര്യമുണ്ട്, പഠിപ്പിച്ചോട്ടെ. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ അതേപോലെ തന്നെ ഓരോ ദിവസങ്ങളുടെ ഗുണദോഷങ്ങളെ പരിചയപ്പെടുത്തി ഇന്ന ദിവസങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പഠിപ്പിക്കുന്ന സമ്പ്രദായം ജൂതന്മാർക്ക് പണ്ടേ പരിചയമുണ്ട്. യഹൂദികളാണ് പഴയ കാലത്ത് നഹ്സ് നോക്കിയ ആളുകൾ. പിന്നീട് ഷിയാക്കളാണ് നഹ്സ് നോക്കിയത്. നബിതങ്ങൾ നഹ്സ് പറഞ്ഞിട്ടില്ല, സഹാബിമാർ നഹ്സ് നോക്കിയിട്ടില്ല, താബിഈങ്ങൾ നഹ്സ് നോക്കിയിട്ടില്ല. എന്നാൽ പഴയ കാലത്ത് ജൂതന്മാർ നഹ്സ് നോക്കാറുണ്ട്, ഷിയാക്കൾ നഹ്സ് നോക്കാറുണ്ട്. ആ ഷിയാ വിശ്വാസമാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, മുഹറം 1 മുതൽ 10 വരെ ഷിയാക്കൾക്ക് നഹ്സാണ്. കാരണം എന്താ? ഹുസൈൻ ബിൻ അലി കർബലി കൊല്ലപ്പെട്ടതിന്റെ സ്മരണയാർത്ഥം അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയെ കുത്തിക വഴി ഭൂമി അശുദ്ധമായി പോയ ദിവസമാണ്. അതുകൊണ്ട് 1 മുതൽ 10 വരെ ദുസ്സഗുണം. അത് വിവാഹം കഴിക്കാൻ പറ്റൂല, അത് പുതിയ വീട് താമസാക്കാൻ പറ്റൂല, പുതിയ ബിസിനസ് ആരംഭിക്കാൻ പറ്റൂല. ഇതാണ് നാട്ടിൽ ധാരണ. ഇത് എവിടെ വന്നത്? നാട്ടിലെ അവസ്ഥ പറഞ്ഞോട്ടെ, ഇത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഒക്കെ പഠിച്ച ചരിത്രമൊക്കെ ചെറുപ്പക്കാരൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടക്കി പോയതാണ്. എങ്കിലും അതിന്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നഹ്സാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീരുമായി ഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാര്. ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നഹ്സായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി
താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10-ന്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. കണ്ടോ എവിടെ പ്രസംഗിക്കുന്നത്? ഖലീൽ ബുഖാരി കോളേജിൽ നിന്നാണ്. ഖലീൽ ബുഖാരി സ്ഥാപനം മഅദിനാ പ്രസംഗിക്കുന്നത്. എന്താ പ്രോഗ്രാം? മുൽതഖൽ അഷ്റാഫ്. മുൽതഖൽ അഷ്റാഫ് ആണ് തങ്ങന്മാരുടെ സംഗമം. തങ്ങന്മാരുടെ സംഗമം അതാണ് മുൽതഖൽ അഷ്റാഫ്. അവിടെയാ മുപ്പേ ആശ്രയിക്കുന്നത്. ഇത് ഷിയാക്കത്തിൽ നിന്നാണ്. അവിടെ നിന്ന് കലണ്ടറിലോ ഈ നഹ്സ് കാണാൻ പറ്റും. ആ മഅദിന്റെ കലണ്ടറിൽ എല്ലാ പേജിലും നഹ്സാണ്. റമദാൻ 17 നഹ്സാണ്, ദുൽഹിജ്ജ 10 നഹ്സാണ്, അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നഹ്സാണ്. അവിടുന്നാണ് മുപ്പേ പ്രസംഗിച്ചത്. ഇത് ഷിയാക്കളുടേതാണ്. ആരാ അവിടെ ഈ കേരളത്തിൽ ഈ നഹ്സ് വിശ്വാസം പ്രചരിപ്പിച്ചത്? മുജാഹിദീങ്ങളാണ്. ഇപ്പോഴും കല്യാണ ദിവസം വെക്കാൻ ഓഡിറ്റോറിയം മുഴുവൻ മാത്രം നോക്കിയാൽ പോരാ, തങ്ങളെ പോയി കണ്ട് ഉസ്താദിനെ പോയി കണ്ട് ഉസ്താദിന് ചോദിക്കണം അന്ന് പറ്റോ വല്ല കുഴപ്പമുണ്ടെങ്കിലോ എന്നാണ്. എന്റെ നാട്ടിൽ ചങ്ങാതി ദിവസം വെക്കാൻ പോയപ്പോ മോൻ വഹാബിയാണ്, വാപ്പാട് പറഞ്ഞു വാപ്പ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, നമ്മളാണ് തീരുമാനിക്കാം. അല്ല മോനെ പറ്റൂല, ഉസ്താദിന് ചോദിക്കണം, അല്ലാതെ ശരിയാവില്ല. മോൻ പറയിക്കോളെ ഞാനും പോലെ കൂടെ ആയിക്കോട്ടെ. രണ്ടാം കൂടി വാപ്പ വിചാരിച്ചു ഓനെങ്ങാനും ഒന്ന് ശരിയായി കിട്ടിയാലോ. അങ്ങനെ ഓനെയും കൊണ്ടുപോയി. ഇവർ ഏതാ ഡേറ്റ് ഒക്കെ എനിക്ക് ധാരണയുണ്ട്, ഹാള് നോക്കിയിട്ടുണ്ട്, രണ്ടൂട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഒരു അംഗീകാരം കിട്ടിയാൽ മതി. അപ്പൊ ഉസ്താദ് നോക്കിയിട്ട് പറയാ അന്ന് എന്തായാലും പറ്റൂരാചാര്യ, അന്ന് ഭയങ്കര പ്രശ്നമാണ്, എന്ത് വേണ്ട സമ്മതിക്കുന്നത്. അപ്പൊ ഈ മോൻ ചോദിച്ചു അല്ല ഉസ്താദ് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല അന്ന് നല്ല കാര്യത്തിനൊന്നും പറ്റൂല, നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റൂല. അവിടെ അന്ന് തലേന്നും പറ്റും പിറ്റേന്നും പറ്റും, അന്ന് പറ്റൂല. വാപ്പൻ ആയിക്കോട്ടെ മഞ്ഞപ്പോൾ തർക്കിക്കാൻ നിൽക്കണ്ട, ഉസ്താദ് പറഞ്ഞാലേ നമ്മൾ തൽക്കാലം മാറ്റാം, ആയിക്കോട്ടെ മാറ്റാം. പോലും ഈ വഹാബിയായ മുഹമ്മദ് ഉസ്താദെ ഞാൻ അന്ന് നിസ്കരിക്കൂലട്ടോ. അതെന്താ ചോദിച്ചാൽ നല്ല കാര്യത്തിൽ പറ്റുള്ളതല്ലേ, ഏറ്റവും നല്ല കാര്യം നിസ്കാരല്ലേ, അപ്പൊ അന്ന് നിസ്കരിക്കൂല. അതൊന്നും നിസ്കരിക്കണം എന്നാണ്. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. നോമ്പ് വയ്ക്കാൻ പറ്റുമോ? നോമ്പ് വയ്ക്കാൻ പറ്റുന്നത്. സ്വതക്ക ചെയ്യാൻ പറ്റുമോ? അതിനും പറ്റും. ഖുർആൻ ഓതാൻ പറ്റുമോ? അതിനും പറ്റും. ഏതിനാ പറ്റാത്തത്? കല്യാണത്തിന് മാത്രം. അപ്പൊ ആ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വെക്കുക. ആപ്പാക്ക് മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ല. എന്നാ എന്നാ നടത്തുക, അതിനെ വെച്ച് കാണാതാണ്. ഈ വിശ്വാസം ആരാ പ്രചരിപ്പിച്ചത്? ഇവിടെ മുജാഹിദീങ്ങളാണോ? അല്ലല്ലോ. രണ്ട് വിഭാഗം സമസ്തക്കാർക്കുമല്ലേ, ആ ഉസ്താദുമാർക്കല്ലേ നഹ്സ് വിശ്വാസം പ്രചരിച്ചതിന്റെ ഉള്ളത്. എം പി മുസ്തഫ അൽ ഫൈസി സമസ്തയുടെ മുഷാവറ മെമ്പറല്ലേ മുസ്തഫ അൽ ഫൈസി? ഇപ്പൊ പുറത്താണോ അകത്താണോ എന്ന് സമസ്തക്കാൻ അറിയില്ല. ആ മുസ്തഫ അൽ ഫൈസി പച്ചക്ക് പ്രസംഗിച്ചു നഹ്സുമായി ബന്ധപ്പെട്ട്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. സംബന്ധിച്ചിടത്തോളം നമ്മുടെ തന്നെ കണ്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ സംഭവമില്ല എന്ന് എന്ത് അതിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞത് ആ നിഷേധിക്കാൻ പാടില്ല. ആ വിശ്വാസം അടിസ്ഥാനപരമായി നമുക്കുണ്ടായിരിക്കണം. എന്നാൽ എല്ലാ ദിവസങ്ങളെയും സംബന്ധിച്ച് പറയുന്നതെല്ലാം ഒരുപോലെ ശരിയാണോ അത് വേറെ കാര്യം. അപ്പൊ കണ്ടോ, നഹ്സ് അടിസ്ഥാന വിശ്വാസം ഉണ്ടായിരിക്കണം, ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ പറയണ എല്ലാ ദിവസവും നഹ്സാണോ അത് വേറെ കാര്യം. ഇനി ഏതൊക്കെ നഹ്സ് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടോ നിങ്ങൾ. ആ തദ്കിറയിൽ പറയുന്നു എല്ലാ മാസത്തിലെയും സഫർ മാസം, എല്ലാ വർഷത്തിലും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വമ്പിച്ച അപകടമാണ്. 3,20,000 രോഗങ്ങൾ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ദിവസമാണ്. എല്ലാ സഫർ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച. നമ്മളൊരു അവസാനത്തെ ബുധനാഴ്ച എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മാസത്തിലുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചൊരു പ്രത്യേകമായിട്ടാണ് അദ്ദേഹം വിവരം പറയുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനത്തെ ബുധനാഴ്ചയും സഫർ മാസത്തെ ബുധനാഴ്ചയും ഇതെല്ലാം നാം വിലയിരുത്തേണ്ട കാര്യമാണ്. കൈഫ വഖദ് ഖീൽ എന്ന ചോദ്യം എവിടെയും പ്രസക്തമാണ്. കൈഫ വഖദ് ഖീൽ, ഈ ചോദ്യം എവിടെയും പ്രസക്തമാണ്. അപ്പൊ നഹ്സില്ല എന്ന് നാം പറയാൻ പാടില്ല. അപ്പൊ കണ്ടോ, നഹ്സില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, അങ്ങനെ ചില കിതാബിലൊക്കെ ഉണ്ടാവും. ആ കിതാബ് അതിനുള്ളത് തന്നെയാണ്. അത് അതിനുള്ള കിതാബ് എല്ലാ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഉസ്താദുമാർ എല്ലാ കാലത്തും ഉണ്ടാവും. അവരുടെ കിതാബ് അല്ലാതെ ഇസ്ലാമിന് വലിയ സ്വീകാരണ കിതാബൊന്നല്ലാതെ. അപ്പൊ എല്ലാ സഫറിലും അവസാനത്തെ ബുധനാഴ്ച എന്താ പ്രശ്നം? 3,20,000 രോഗങ്ങൾ ഭൂമിക്ക് ഇറങ്ങുന്നതാണ്. അപ്പൊ അന്ന് പിന്നെ ഒരു പരിപാടി ഇല്ല. കല്യാണം വേണ്ട, കല്യാട്ടം വേണ്ട, അന്ന് കുടിക്കൽ വേണ്ട, അന്ന് വാരടച്ച് അകത്തിരിക്കുക. കാരണം എന്താ, ഒന്നാകെ സിറിറങ്ങുക. അപ്പൊ എണ്ണി പറയേണ്ടത് വെറും വയറല്ല, സമസ്തയുടെ എല്ലാ ഉസ്താദുമാരെയും വിളിച്ചു കൂട്ടിയിട്ട് നടത്തിയ ഉലമാ സമ്മേളനത്തിലാണ് ഉപവാസിക്കുന്നത്. എവിടെ ഒരു അങ്ങാടി പോയിട്ട് പ്രസംഗിച്ചതല്ല, കോട്ടക്കലിൽ വെച്ച് സമസ്ത ഔദ്യോഗികമായി 100 ഉസ്താദുമാരെ വിളിച്ചുകൂട്ടി അവർക്ക് ദൈവാരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ഫുൾ ഡേ അവർ ഒരു പ്രോഗ്രാം വെച്ചു. അതിനാണ് മുസ്തഫ ഫൈസി പ്രസംഗം നടത്തിയത്. അതിനാണ് പറഞ്ഞത് നഹ്സ് നിഷേധിക്കാൻ പാടില്ല. അവിടെ കൂടി ഒറ്റ ഉസ്താദ് പറഞ്ഞോ ഫൈസി ഇത് ശരിയല്ലല്ലോ, ഇത് ഷിയാക്കളുടെ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞോ? ഇല്ല.
ഖതീബുമാരും മുദരിസുമാരും ഖാദിമാരും ഒക്കെയായ ഉസ്താദുമാരെ മുഴുവൻ മുമ്പിലെത്തിയിട്ട് നഹ്സ് വിഷയം പഠിപ്പിക്കുന്നു. അപ്പുറത്ത് ഇപ്പതാ പറയുന്നു ഈ നഹ്സ് ഷിയാക്കുന്നുണ്ടായതാണ്. അയാൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച ബാബർ സാഹിബ് തുറക്കാൻ കാരണം ചൊവ്വാഴ്ച രക്തം പൊട്ടിയ നിൽക്കുകയില്ലാതെ ആ കിതാബിലുണ്ട്. ചൊവ്വാഴ്ച രക്തം പൊട്ടിയാൽ നിൽക്കൂല. അപ്പൊ ചൊവ്വാഴ്ച ഭയങ്കര നഹ്സ്. അതുകൊണ്ട് ബാബർ ഷാപ്പ് ചൊവ്വാഴ്ച അവധി പ്രസംഗിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ആക്സിഡന്റ് ആയാലോ എന്താ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റൂല, നഹ്സാന്നറിയോ. ഈ വക മുഴുവൻ അന്ധവിശ്വാസവും ഇവിടെ പ്രചരിപ്പിച്ചത് രണ്ടു കൂട്ടം സമസ്തക്കാർ തന്നെയാണ്. അവർക്കത് കിട്ടിയത് തുരീഖത്തിലൂടെ തസവൂഫിലൂടെ ഷിയാക്കൾ നൽകിയതാണ്. ഷിയാക്കൾ ഈ ഉമ്മത്തിലേക്ക്, കേരളത്തിലെ മുസ്ലിമീങ്ങളിലേക്ക് ഇത് പ്രചരിപ്പിക്കാനുള്ള ഒരു പാലമായി ഉപയോഗിച്ചതാണ് തുരീഖത്ത് എന്ന ആശയത്തെ. സമസ്ത സംഘടന ആ തുരീഖത്തെ ഏറ്റെടുത്തു, തസവൂഫിനെ ഏറ്റെടുത്തു. അങ്ങനെ തുരീഖത്ത് എന്ന പാലത്തിലൂടെ ഷിയാക്കൾ ഇവിടെ സമസ്തയിലേക്ക് കടന്നുകൂടുകയും ആ സമസ്തയുടെ പേരിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ രക്ഷപ്പെടാമെന്നെ സൂചിപ്പിക്കാറുള്ളൂ. അങ്ങനെ വന്ന ഒന്ന് തന്നെയാണ് നമ്മളെ കൊണ്ടോട്ട് ചർച്ചയും. സൂചിപ്പിച്ചുവല്ലോ, 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോംബെയിൽ നിന്നാണ്, കല്യാണിൽ നിന്നാണ് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കൊണ്ടോട്ടേക്ക് വന്നത്. നമ്മൾ കേട്ടല്ലോ, തങ്ങളല്ല ഒന്നുമല്ല. അത് മാറി മാറി ഒരുപാട് ഉസ്താദ്മാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് വിഭാഗം സമസ്തയും അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ഷിയ തന്നെയാണ്, അദ്ദേഹം വ്യാജ തരീഖത്താണ് എന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇത് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ആ കൊണ്ടോട്ടി തങ്ങളെ പറ്റി അന്ന് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കരാബില്ല. മുഹമ്മദ് ഷാ വലിയുള്ള, മുഹമ്മദ് ഷാ തങ്ങള് അള്ളാന്റെ വലിയാണ്, മൂപ്പര മുരീദായ പിന്നെ അരാബില്ല എന്നാണ് അന്ന് ഇവിടെ പ്രചരിപ്പിച്ചത്. അന്ന് അതിനെതിരായി നമ്മൾ അടക്കമുള്ള പൊന്നാനി മഖ്ദൂം അടക്കമുള്ള ആളുകൾ അതിനെതിരെ രംഗത്തിറങ്ങി. അന്ന് എതിർത്ത ആളുകൾ പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കരാബില്ല. മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള, ഇവരല്ല, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കലാബെല്ലാം എന്ന് തിരിച്ചും പറഞ്ഞുകൊണ്ടാണ് അന്ന് മുഹമ്മദ് ഷാക്കെതിരെ ഇവിടെ ആ നിലക്കുള്ള ഉത്ബോധനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ അവിടെ കേന്ദ്രമുണ്ടാവുകയും ആ തുരീഖത്ത് സ്ഥാപിതമാവുകയും അത് ആളുകൾ വരികയും ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ ഇന്നും അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൊണ്ടോട്ടി നേർച്ച മാത്രമൊന്നുമല്ല, ദീന് മൊത്തം തകർക്കുക, അതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. അതല്ലാതെ ഒരു നേർച്ച നടത്തുന്നുള്ള ഒരു ആഘോഷമല്ലേ, ആൾക്കൊരു ആവേശമല്ലേ എന്ന് മാത്രമൊന്നുമല്ല. ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ബദൽ സംവിധാനം സ്ഥാപിച്ചുകൊണ്ട് ഷിയായിസമാക്കി മാറ്റുക എന്ന ഹിഡൻ അജണ്ടയുടെ മറവിലാണ് 14 കൊല്ലമായി നിന്നുപോയ നേർച്ചയെ പുനഃസ്ഥാപിക്കാൻ ഷിയാക്കൾ ഔദ്യോഗികമായി രംഗത്തിറങ്ങി. ഇവിടുത്തെ ഷിയാ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഷിയാക്കളുടെ കൂടെ ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ഷിയാക്കളെ ബാനർ പിടിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ നേർച്ചയാണല്ലോ ഇപ്രാവശ്യം നടന്നത്. ആ നിലയ്ക്ക് ധൈര്യമുള്ളിടത്തേക്ക് അവർ വളർന്നിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഇതും എന്തു ബന്ധമുള്ളത്? കൊണ്ടോട്ടി നേർച്ച പേട്ടുന്നല്ലാതെ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഈ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ തമ്മിൽ വല്ല ബന്ധവും നേർച്ച അതാണ് നേർച്ച. നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അയ്യാ നേർച്ച. അള്ളാഹു താല നിർബന്ധമാക്കിയിട്ടില്ല എന്ന് ഐച്ഛികമായി പഠിപ്പിച്ചു. അത്തരം ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിപ്പോ ഇന്ന് രാത്രി തഹജ്ജുദ് കഴിക്കാൻ നേർച്ചയാക്കി, അത് നേർച്ചയാണ്. തഹജ്ജുദ് കഴിക്കൽ നിർബന്ധമല്ല, ഒരാൾ നേർച്ചയാക്കുന്നു, അയാൾക്ക് നിർബന്ധമായി മാറി. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അത് നിർബന്ധമല്ല, സുന്നത്താണ്. നേർച്ചയാക്കിയാലോ നിർബന്ധമായി മാറി. അതാണ് മുഅയ്യനായിട്ടില്ലാത്ത, നിർബന്ധമായി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുന്നു, അതിനാ നേർച്ച എന്ന് പറയും. ആ നിർവചനവും നമ്മളെ കൊണ്ടോട്ടി കാട്ടിക്കുട്ടിയ ഈ ഒരു ഏർപ്പാടും തമ്മിൽ വല്ല ബന്ധമുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കാം, സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം, ദീനിന്റെ സംരംഭങ്ങളെ സഹായിക്കാൻ നേർച്ചയാക്കാം, സാധുവിനെ സഹായിക്കാൻ നേർച്ചയാക്കാം, സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കാം, പള്ളി ഉണ്ടാക്കാൻ നേർച്ചയാക്കാം. ഇങ്ങനെ നിർബന്ധമില്ലാത്ത പുണ്യകർമ്മങ്ങളെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നേർച്ച എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് പാട്ടും കൂത്തും ഡാൻസും ഗാനമേളയും സിനിമ വരെയുള്ള അതും നേർച്ചയും തമ്മിൽ എന്തു ബന്ധമുണ്ട്? അതിനെയാണ് നേർച്ച എന്ന ഓമനപ്പേരിൽ കൊണ്ടുവരികയും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും അത് വിജയിക്കുകയും മുസ്ലിമീങ്ങൾ ഒന്നാകെ അതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തുവെങ്കിൽ സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്ക് ഉമ്മത്തെത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നേർച്ച.
14 കൊല്ലം മുമ്പ് നേർച്ച നിർത്തിച്ചത് ഇസ്ലാമിനെതിരായതുകൊണ്ടൊന്നല്ല, ഇസ്ലാമിനെതിരായിട്ട് നിർത്തിയതല്ല. അന്നത്തെ തങ്ങൾ മരിച്ചപ്പോ ഇനി ആരാണ് പിൻഗാമി തർക്കണ്ടായപ്പോ സാധാരണ രീതി ഒന്നുകിൽ ആ കുടുംബത്തിലെ മുതിർന്ന ആരാണോ അയാളെ പിടിച്ച് ഏൽപ്പിക്കാനാണ്. അപ്പൊ അങ്ങനെ കുടുംബത്തിലുള്ള ഒരാൾ നോക്കുമ്പോ അയാളെ പലർക്കും പറ്റിയ ആളല്ല, അയാൾ ആകാൻ റെഡിയാണ്, പക്ഷെ മൂപ്പര് ആക്കാൻ റെഡിയല്ല. ഒരു പറഞ്ഞു ഐക്കോളൊക്കെ വിനയം കാണിച്ചു, ഞാൻ ഐക്കോളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞെങ്കിലും മൂപ്പരെ ഏൽപ്പിക്കാൻ പലർക്കും വിയോജിപ്പുണ്ടായി. അപ്പൊ രണ്ടാമത് രീതിയുണ്ട്, കുടുംബത്തിൽ അങ്ങനെ മുതിർന്ന ആൾ ഇല്ലെങ്കിൽ ഈ ഉള്ള തങ്ങളുടെ ശിഷ്യഗണങ്ങൾ തീരുമാനിക്കുന്ന ഒരാളെ ഏൽപ്പിക്കാതെ അപ്പൊ ഓല് കൂടിയിട്ട് വേറൊരാളെ കണ്ടെത്തി ഇയാളാക്കാം. അപ്പൊ മറ്റവർക്ക് സ്വീകാര്യമില്ല, അയാളെ പറ്റില്ല. അപ്പോഴേക്ക് മൂന്നാമത് ടീം ഇറങ്ങി ഞങ്ങൾ രണ്ടും വേണ്ട, ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ മൂന്നാമത് തങ്ങളായിട്ട് വന്നു. അപ്പൊ അയാളെയും പറ്റി. അങ്ങനെ ആരാ തങ്ങളെ തീരുമാനിക്കാത്തതുകൊണ്ടാണ് മുന്നോട്ട് നടത്താൻ നിർത്തിയിരിക്കുക. ഈ തങ്ങളാണ് പോയി സ്വീകരിക്കൽ, പെട്ടി വരവുകളെ സ്വീകരിക്കൽ തങ്ങളാണ്, നേർച്ചയെല്ലാം പ്രഖ്യാപിക്കേണ്ട തങ്ങളാണ്, കാർമ്യത്വം വഹിക്കേണ്ട തങ്ങളാണ്. അപ്പൊ തങ്ങളാണ് തീരുമാനിച്ചിട്ടില്ല, ഒരു തൽക്കാലം നേർച്ച നിന്നു. അങ്ങനെയാണ് 14 കൊല്ലം മുന്നോട്ട് നേർച്ച നിർത്തിവെച്ചത്, അല്ല ദീനെതിരായത് നിർത്തിയൊന്നല്ല. ഇപ്പൊ ഷിയാക്കൾ തീരുമാനിച്ചു തങ്ങൾ ആരാലും വേണ്ടില്ല, ഇത് നടന്നേ പറ്റൂ. അങ്ങനെയാണ് ഒരാളെ പിടിച്ച് തങ്ങളാക്കിയിട്ട് തൽക്കാലം ചാർജ് കൊടുത്ത് ആ മറവിൽ രാഷ്ട്രീയക്കാരനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നേർച്ച പ്രസ്താവിച്ചത്. എന്തിന്? മുസ്ലിമീങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല, ഇത് മറക്കാൻ പാടില്ല, ഈ ഷിയാസത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അവർ ഈ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന ആ ബോധ്യത്തിലാണ് അവരെ കൊണ്ടുവന്നത്. എല്ലാവരും ചർച്ചയായി, പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, ചാനലുകളിൽ എല്ലാം ചർച്ചയായി. പഴയ ചരിത്രവും ഈ തങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന നേർച്ചയും എല്ലാം ചർച്ചയായി. അങ്ങനെ ഒരു ചാനൽ വന്ന ചർച്ച ഉണ്ട്, അതിന് പ്രസക്തമായ 3-4 ഭാഗം കേൾക്കാം. അപ്പൊ മനസ്സിലാകും ഇസ്ലാമിന്റെ നേർച്ചയും ഇതും യാതൊരു ബന്ധവുമില്ല. പറയട്ടെ, എല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമായ ചില ആചാരങ്ങളാണ്. അവിടെ ചന്ദനക്കുടമുണ്ട്, ചന്ദനം അരച്ചിട്ട് ഭസ്മം കൊടുക്കുന്ന ഏർപ്പാട്, കേരളീയ പ്രസാദം കൊടുക്കുന്ന ഏർപ്പാട്. അത് കേരളീയ സംസ്കാരത്തിന്റെ ഒരു രീതിയാണ്. ഇത് ഇദ്ദേഹം ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹം സ്വീകരിച്ചു വന്ന രീതിയാണ്. അത് അവിടെ തുടർന്നു വന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടാവും. മാത്രമല്ല അത്തരം ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഷഹനായി വായിക്കാനും അവിടെ കച്ചേരി നടത്താനും ഗസൽ പാടാനും ഒക്കെ അതൊക്കെ ശീലിച്ചവരാണല്ലോ അവർ. ഈ സൂഫികളുടെ ഒരു പാരമ്പര്യം അതാണ്. അപ്പൊ കണ്ടോ, ചന്ദനം അരച്ച് ഭസ്മം ഉണ്ടാക്കി കൊടുക്കാം. ക്ഷേത്രങ്ങളിൽ കാണുന്ന ഹൈന്ദവ സംസ്കാരം, ആ സംസ്കാരം വരെ ഇവിടെ ഉണ്ട്. ഇതാണ് എന്തിന്? നേർച്ചക്ക്. എന്താ നേർച്ച? നിർബന്ധമില്ലാത്ത പുണ്യകർമ്മം സ്വയം നിർബന്ധാക്കുക. അതേതാ? ഭസ്മം തേച്ച് കൊടുക്കുക. സുന്നത്തായ പുണ്യകർമ്മ കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ വീണ്ടും പറയട്ടെ ബാക്കി. പിന്നെ നേർച്ചയുടെ തലേ ദിവസം, നാളെ നേർച്ച തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് ഈ വെടി പൊട്ടും. അപ്പോൾ നേർച്ചയുടെ ആരംഭമായി. പിന്നെ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന് അനുയായികളുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും 15, 20, 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ കാൽനടയായി കലാപരിപാടികളുമായി വാദ്യഘോഷങ്ങളുമായിട്ട് ഘോഷയാത്രയായിട്ട് വരും, കൊണ്ടോട്ടി. അപ്പോൾ കാഴ്ച ഒക്കെ ഉണ്ടാവും. തങ്ങൾ നേർച്ചയ്ക്ക് സമർപ്പിക്കാനുള്ള കാഴ്ച ആയിട്ടുള്ള പല പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് എല്ലാ കലാപരിപാടികളും, ഈ വരുന്ന സംഗതികളുടെ കൂട്ടത്തിൽ കൊട്ടുവാദ്യങ്ങൾ, കുഴൽവിളികൾ, എല്ലാത്തരം വാദ്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഓരോ കൊല്ലവും പരിശീലനം നേടിയ പുതിയ പുതിയ ഇനങ്ങൾ അവിടെ വന്ന് അരങ്ങേറും. എവിടെ? തങ്ങൾ പാപ്പ. ഈ നേർച്ച വരുന്ന അത് ജാതി മതവും ഇല്ല കേട്ടോ. പലയിടത്തുനിന്നും ജാതികൾ തിരിഞ്ഞു വരും. ദളിതന്മാരുടെ വരും, കണക്കന്മാരുടെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല ജാതികളുടെയും നേർച്ച വരും. ഒരു നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ജാതിക്കാരുടെയും ഒരുമിച്ചുള്ള നേർച്ച വരും. ഒരു ദേശത്ത് നിന്ന് വരുന്ന കണക്കിലാണ് എഴുതുക. ഇപ്പോൾ പുല്ലാരിൽ നിന്ന് വരുന്നു, വള്ളംപുറത്ത് വരുന്നു, മലപ്പുറത്ത് നിന്ന് വരുന്നു, പെരിന്തൽമണ്ണ നിന്ന് വരുന്നു, അങ്ങനെ വരിക. അപ്പൊ വരുന്നവരെ സ്വീകരിക്കാൻ തങ്ങൾപ്പാപ്പ തന്നെ, ആദ്യകാലത്തൊക്കെ തങ്ങൾപ്പാപ്പ തന്നെ കുതിരയാണ് അദ്ദേഹത്തിന്റെ വാഹനം. കുതിരപ്പുറത്ത് എഴുന്നള്ളി ചെന്നിട്ട് നഗരത്തിന്റെ കവാടത്തിൽ ഇവരെ സ്വീകരിക്കും. അപ്പൊ ഇതാണ് നേർച്ചകൾ. ജാതിമത ഭേദമന്യേ എല്ലാവരും വരെ എല്ലാത്തരം ആചാരവും എല്ലാത്തരം ഉത്സവവും എല്ലാം സ്വീകരിക്കുക. അതാണ് ഷിയാക്കൾ. ഇസ്ലാം മാത്രം ചെയ്യുന്നതൊന്നും വേണ്ടതാണ്, എല്ലാം വരട്ടെ. ഏത് മതക്കാർക്കും സ്വീകരിക്കാനും ജീവിക്കാനും ആചരിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ ഇത് പറ്റുമോ? പറ്റും. അവിടെയാണ് വിഷയം. ഇസ്ലാമിന്റെ പേരിൽ പറ്റില്ല. നേർച്ച പേരിട്ടുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് തങ്ങപ്പാപ്പാന്റെ പേര് പറഞ്ഞിട്ടൊക്കെ നബിതങ്ങളുടെ പേരിൽ, വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞില്ല, കുറച്ചുകൂടി കേൾക്കാം നമുക്ക് അവിടെ ബാക്കി. അക്കൊല്ലം കോൽക്കളി പഠിച്ചവർക്ക്, അക്കൊല്ലം പുതിയ ബാൻഡ് വാദ്യം പഠിച്ചവർക്ക്, അക്കൊല്ലം കളരിപ്പയറ്റ് പഠിച്ചവര്, അക്കൊല്ലം ഈ അറവനമുട്ട് പഠിച്ചവര്, അങ്ങനെ അതുപോലെ പലതരം നാട്ടുകളികളുണ്ട്. ഈ സാറിന് അറിയുന്ന നമുക്ക് മലബാറിൽ മാത്രമുള്ള കളികളും പല സ്ഥലത്തിലെ ഈ പകിട കളി, പലതരം കളികളുണ്ട്. ഇതൊക്കെ അവിടെ അരങ്ങേറും. നേരം പുലരുവോളം, ഈ 5 ദിവസം നേരം പുലരുവോളം കലാപരിപാടികൾ കാണാൻ പറ്റും. അവിടെ എല്ലാം ഉണ്ട്. ബാൻഡ് വാദ്യങ്ങളും അറവനമുട്ട് മുതൽ പകിടകളി അടക്കം എല്ലാം
ആ 5 ദിവസം രാത്രി ഒന്നാകെ എന്താ സംഗതി? നേർച്ച, അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏർപ്പാട്, റബ്ബിലേക്ക് കുടുംബത്തെ കിട്ടാനുള്ള ഏർപ്പാടായിട്ടാണ് നേർച്ച ഇസ്ലാം പരിചയപ്പെടുത്തത്. ആ പേരിലാണ് ഇത് അരങ്ങേറുന്നത്. കഴിഞ്ഞില്ല, സിനിമ വരെ അവിടെ നടക്കുന്ന പറയട്ടെ ബാക്കി. മരണക്കിണർ കണ്ടില്ലേ? മരണക്കിണർ കണ്ടില്ലേ? പാടത്ത് കെട്ടിയുണ്ടാക്കിയ ഞങ്ങളുടെ നാട്ടിലെ വൈക്കത്തഷ്ടമിക്ക് ഇതൊക്കെ വരും. എല്ലാം ഉണ്ടാവും, ആന, മയിലോട്ടൊക്കെ എല്ലാ സാധനങ്ങളും. അങ്ങനെ നേരം പുലരാതെ, നേരം പുലരുന്നതും അറിയാതെ. പിന്നെ സിനിമ പിന്നെ പിൽക്കാലത്ത് സിനിമാ തിയേറ്റർ വന്നു തുടങ്ങിയപ്പോൾ 25 ഷോക്ക് ഒരു ദിവസം നടക്കും. മീൻസ് ആ രീതിയിൽ രാവും പകലും തുടർച്ചയായിട്ട് സിനിമ. നമ്മളൊക്കെ പുതിയ നമുക്ക് സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും കൊണ്ടോട്ടി നേർച്ചക്ക് പോകാലോ, നേർച്ചക്ക് പോയാൽ കുത്തിയിരുന്ന സിനിമ കാണും. അങ്ങനെയൊക്കെയാണ് എല്ലാ കലാപരിപാടികളും നടക്കും. എല്ലാം നടക്കും. 5 ദിവസം കൊണ്ട് 25 ഷോ വരെ നടക്കും. 24 അവർ തന്നെ. സഹോദരങ്ങളെ, ഏത് ഇസ്ലാമാണ്? ഇതാണോ ഇസ്ലാം? ഇതാണോ നേർച്ച? ഇവിടെ ഫെസ്റ്റിവൽ ഇട്ടോളി, ഒരു പൂജ എന്ന് വെച്ചോളി, മറ്റൊരു പേരിട്ടോളി. പക്ഷേ നേർച്ച എന്ന പേരും പറഞ്ഞ് ഇസ്ലാമിലെ ഒരു ഇബാദത്തിനെ, അതിനുപയോഗിച്ച ഫലത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതത്തിന്റെ മറവിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഹിഡൻ അജണ്ടകളാണ്. ഇത് കേവലം ഒരു ഉത്സവം മാത്രമല്ല, ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ ഒരു ആഘോഷം മാത്രമല്ല. അത് മാത്രമാണെങ്കിൽ നമ്മളാരും ഈ രൂപത്തിൽ എതിർക്കാൻ വരില്ല. അതേസമയം മതത്തിന്റെ മറവിലാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ 14 കൊല്ലം നിന്നു. ഏതായാലും അവസാനം ഒരു പകരം തങ്ങളെ കിട്ടി. ഇപ്രാവശ്യം തങ്ങളെ ഒപ്പിച്ച്, ഒരു കുതിരനെ ഒപ്പിച്ച്, അങ്ങനെ തങ്ങളെ കുതിരപ്പുറത്തും കയറ്റി എഴുന്നള്ളിച്ച് രണ്ടാമത് കൊണ്ടുവന്നു. തങ്ങൾ കുതിരപ്പുറത്ത് കയറിയതേ ഓർമ്മയുള്ളൂ, കുതിരക്കറിഞ്ഞു തങ്ങളാന്നുള്ളത്. കുതിരപ്പുറത്ത് പോണത് കാണാം നമുക്ക്. അപ്പൊ കണ്ടോ, കുതിരപ്പുറത്ത് കയറി മുട്ടുംമുടിയോടുകൂടി തങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാണ്. കുറച്ച് പോയപ്പോ കുതിരയ്ക്ക് മനസ്സിലായി ഇത് അള്ളാഹ്ക്കെതിരാണ്. കുതിര ഇളകി പ്രാവശ്യം, അതുകൂടി കാണാൻ നമുക്ക്. തങ്ങളെയും കൊണ്ട് കുതിര വിറകിട്ട് അവസാനം തങ്ങൾ വീണൊന്നും വീഴാന്നൊക്കെ 2 കൗലുണ്ട്. ഏതായാലും തങ്ങൾ പിന്നെ മേലെ കണ്ടിട്ടില്ല. പിന്നെ കുതിരപ്പുറത്ത് മുമ്പിൽ ഉണ്ടായിട്ടില്ല. കണ്ടങ്ങൾ തങ്ങളാണ്. ഏതായാലും ഇനി കുതിരപ്പുറത്തോട്ട് കയറില്ല. സാധാരണ ആന വരണ്ട് കേൾക്കലുണ്ട്, കുതിര വല്ല ആദ്യമായിട്ടാണ്. കുതിരക്കടക്കം സഹി കിട്ടും. അല്ലാം നന്ദിയുടെ പര്യായമായി പറഞ്ഞ ജീവിയാണ് കുതിര. ഇന്നൽ ഇൻസാനി റബ്ബിഹി ലകനൂദ്, കുതിരയാണ് സത്യം, മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നേർച്ച എന്ന പേരും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതൊക്കെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ സുന്നി മുജാഹിദ് ഭേദമന്യേ ഇവിടുത്തെ മൊത്തം മുസ്ലിമീങ്ങളെ ഷിയാവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കാലങ്ങളായി നടക്കുന്നു. ഇപ്പോൾ അതിന് ഒരു ഔദ്യോഗികമായ പരിവേഷം വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അങ്ങേറ്റം ജാഗ്രതയോടെ കാണേണ്ട, കേൾക്കേണ്ട കാര്യമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതസംഘടനകളും കയറിപ്പറ്റാനുള്ള പരിശ്രമങ്ങളുണ്ട്. എല്ലാ മതസംഘടനയിലും കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത രീതിയിൽ, ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട്, പത്രപ്രവർത്തകന്മാരായിട്ട്, അനി നേതാക്കന്മാരായിട്ട്, ഏതെങ്കിലും അർത്ഥത്തില് എല്ലാ മതസംഘടനക്കുള്ളിലും കയറി കൂടിയിട്ട് അവിടെയെല്ലാം ഷിയായിസം പ്രചരിപ്പിക്കുക. അത് ചില പ്രത്യേകമായ ആളുകളെ ട്രെയിനിങ് കൊടുത്ത് അവരെ വേഷം മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവരിന്ന് ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും കയറി കഴിഞ്ഞു ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുണ്ടോട്ടി നേർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തിയാൽ സി ഹംസയാണ്. ഈ ഷിയാ നേർച്ചയിൽ മുഖ്യ പ്രഭാഷണം സി ഹംസയായിരുന്നു. ആ സി ഹംസയെ പറ്റി വെറുതെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. അയാളെ പ്രസംഗങ്ങൾ സെർച്ച് ചെയ്താൽ ആദ്യം വന്ന പ്രസംഗം ചെമ്മാട് ദാൽഹുദയിലാണ്. അയാളെ ഫസ്റ്റ് പ്രസംഗം യൂട്യൂബിൽ വരിക ചെമ്മാട് ദാൽഹുദയിൽ അയാൾ ദീന് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. അതേപോലെ നന്ദി ദാറുസ്സലാമിന് ക്ലാസ് നടന്നിട്ടുണ്ട്. കരുവാരക്കുണ്ട് ദാറുൽ നജാത്തിന് ക്ലാസ് നടന്നിട്ടുണ്ട്. APK ഒട്ടുമിക്ക സ്ഥാപനത്തിലും അയാളെ പ്രസംഗം നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുവിധം സംഘടനയിലൊക്കെ വ്യത്യസ്തമായ വേഷം കെട്ടി വന്ന് ക്ലാസ് എടുക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ഈ ഷിയ ആശയക്കാരെത്തിയത്? സുന്നി അഫ്ഗാനിൽ സ്ഥിരമായി ഇയാളെ ലേഖനമുണ്ട്. സുന്നി അഫ്ഗാൻ ഇന്റർവ്യൂ കൊടുത്തു. ഇയാൾ പണ്ട് ഷിയായിരുന്നു, തൗബ ചെയ്ത് മടങ്ങിയില്ല, പിന്നെ ന്യായം പറഞ്ഞു. ആദ്യം ഷിയായിരുന്നു, പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ സംഘടിപ്പിച്ച് ഞാനതൊക്കെ വിട്ടു, അതിലൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെന്നത്. ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസമാണ് തഖിയ്യത്ത്, മറച്ചു വെക്കുക. തനിനിറം മറച്ചു വെച്ചിട്ട് പുറത്തേക്ക് മറ്റു രൂപം കാണിക്കല് അവർക്ക് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്.
അത് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ആശയമാണ്. അങ്ങനെ ഞാൻ ഷിയായിസം വിട്ടു, ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ സമസ്തന്റെ ആളായി എന്ന് പ്രഖ്യാപിച്ചു വരികയും സുന്നി അഫ്കാർ തലപ്പത്തെത്തുകയും ആ സുന്നി അഫ്കാറിൽ നിരന്തരമായി ലേഖനം എഴുതുകയും ചെയ്യുന്ന രീതിക്കെത്തി. നന്ദി ദാറുസ്സലാം കോളേജിൽ സന്നദ്ധാന സമ്മേളനം നടന്നപ്പോൾ അവിടെ ഈ സി ഹംസയുടെ പ്രസംഗമുണ്ടായി. നന്ദി ദാറുസ്സലാമിൽ നിന്ന് സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി സുവനി ഇറങ്ങിയപ്പോൾ ആ സുവനിയിൽ ഇയാളുടെ ലേഖനം വന്നു. മാറി 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 എല്ലാ സുന്നി സംഘടനകളെയും സ്ഥാപനങ്ങളിൽ പ്രോഗ്രാമുകളിൽ വിഷയം അവതരിപ്പിക്കുന്ന സ്ഥിരം പ്രഭാഷനായി സി ഹംസ മാറി. ഇപ്പോഴാ കുണ്ടോട്ടി ഈ ഷിയ നേർച്ചയിൽ അയാൾ തന്നെയാണ് പ്രസംഗിക്കാൻ വന്നത്. ഇയാൾ സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ അയാൾ അവിടെ എത്തി? അയാൾ ഷിയാണെങ്കിൽ എങ്ങനെ അയാൾ അപ്പുറത്തെത്തി? രണ്ടാളും ഉത്തരം കിട്ടണ്ടേ? രണ്ടാലൊന്നും ഉത്തരം വേണ്ടേ? സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുഴുവനും ഈ ആളുകളുടെ പിറകിൽ നിന്നുള്ള കളികൾ മാത്രമാണ്. ആ ത്വരീഖത്തിലൂടെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ത്വരീഖത്തുകാർ പഠിപ്പിച്ച വിശ്വാസമാണ് ഇവിടെ സമസ്ത ഔദ്യോഗിക വിശ്വാസമായി ഇസ്തിഗാസ വിഷയത്തിന്, തവസ്സുൽ വിഷയത്തിന്, തബറുക്ക് വിഷയത്തിന്, മഹാന്മാരുടെ വിഷയത്തിന് എല്ലാം അവർ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസം യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇപ്പം സമസ്തയും സലഫിലും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായം എന്താ? അല്ലാഹു അല്ലാത്തവരെ തേടിയാൽ എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാണ് ദുആ ആവുക? ഇതല്ലേ അടിസ്ഥാന തർക്കം. മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അല്ലാത്തവരോടൊക്കെ തേടിയാൽ ആ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ശിർക്കാവുക? എന്താ സമസ്തന്റെ വാദം? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ആ തേട്ടം പ്രാർത്ഥനയാവുകയുള്ളൂ തന്നെ. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് ആ തേട്ടം പ്രാർത്ഥനയാവുക. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണം അടിസ്ഥാനമാക്കി പഠിപ്പിച്ചതോ മനുഷ്യ കഴിവിന്റെ അതീതമായി അല്ലെങ്കിൽ സൃഷ്ടി കഴിവിന്റെ അതീതമായി ഉള്ള തേട്ടങ്ങൾ, അഭൗതിക മാർഗത്തെ തേട്ടങ്ങൾ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടങ്ങൾ, അദൃശ്യ മാർഗത്തെ തേട്ടങ്ങൾ, അതിനാണ് ഇബാദത്ത് എന്ന് പറയാനാണ്. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു കാര്യകാല ബന്ധമുണ്ട്. ആ സിസ്റ്റങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് ചെയ്യൽ വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം പ്രാർത്ഥനയായി, ആ അർത്ഥത്തിൽ പേടിച്ചാൽ ആ ഭയം ഇബാദത്തായി, ആ അർത്ഥത്തിൽ പ്രതീക്ഷ വെച്ചാൽ ആ പ്രതീക്ഷ ഇബാദത്തായി. അതെല്ലാം പടച്ചറബിലൂടെ ആകാവൂ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. അത് മുജാഹിദുകളുടെ പുതിയ തൗഹീദായി പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകളുടെ ആശയം ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാർ രംഗത്തിറങ്ങിയത്. പകരം അവർ പഠിപ്പിച്ചെന്താ? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ ശിർക്ക് വരിക ഇല്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അത് ഉള്ളിൽ കിട്ടിയോ? അത് ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ്. ഷിയാക്കളുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന അവരുടെ ഖുമൈനി, ആ ഖുമൈനിയുടെ ഗ്രന്ഥം, അതിന് അയാൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാവുക എന്നുള്ളത്. അതിനെ പറയാ, ശിർക്ക് എന്ന് പറയണമെങ്കിൽ أن الشرك هو طلب شيء من أحد غير الله باعتبار أنه رب. ശിർക്ക് എന്ന് പറഞ്ഞാൽ ത്വലബു ശൈഇ, ഒരു കാര്യം, ത്വലബു ശൈഇൻ, ഒരു കാര്യം തേടലാണ്, മിൻ അഹദിൻ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഒരു കാര്യം തേടുക, ബിഇതിബാരി അന്നഹു റബ്ബുൻ, അത് റബ്ബാണ് എന്ന പരിഗണനയിൽ, റബ്ബാണ് എന്ന വിശ്വാസത്തിൽ ആ പരിഗണനയിൽ തേടുമ്പോഴാണ് ശിർക്കാവുക. അതല്ലാത്തത് അതല്ലാത്ത ഒന്നും തന്നെ അത് ശിർക്കല്ല. റബ്ബാണ് വിശ്വാസമില്ലേ എന്നാ ശിർക്കല്ല, കഴിഞ്ഞില്ല. ലാ ഫർഖ ഫീ ദാലിക, അതിൽ വ്യത്യാസമില്ല. ബൈനൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവരെയെന്നോ മരിച്ചവരെയെന്നോ വ്യത്യാസമില്ല. ഈ വിശ്വാസമില്ലേ ശിർക്കാവുകയില്ല. ഹത്താ അന്ന തലബൽ ഹാജത്തി മിൻ ഹജരി വൽ മദരി ലൈസ ശിർക, ഒരു കല്ലിനോടോ അതല്ലെങ്കിൽ അത്തരം മറ്റു വസ്തുക്കളോടോ തേടിയാൽ പോലും അതുപോലും ശിർക്കല്ല, റബ്ബാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ. ഇത് ഷിയാക്കൾ ഇമാം ഖുമൈനി എന്ന് പറയുന്ന അവിടെ ആത്മീയ നേതാവായി പരിചയപ്പെടുത്തുന്ന ആ ഖുമൈനി, അയാളുടെ കശ്ഫുൽ അസ്റാർ എന്ന കിതാബിൽ അയാൾ ഔദ്യോഗികമായി എഴുതിയ വിശ്വാസമാണ്. ഈ വിശ്വാസമല്ലേ നമ്മുടെ ഉസ്താദുമാരും ഇവിടെ പറയുന്നത്? ഇലാഹാണ് വിശ്വാസമില്ലെങ്കിൽ, റബ്ബാണ് വിശ്വാസമില്ലെങ്കിൽ, ഖാലിഖാണ് വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുണ്ട് വിശ്വാസമില്ലെങ്കിൽ ശിർക്കാവുകയില്ല എന്നല്ലേ ഇവിടെ ഉസ്താദുമാർ പ്രസംഗിക്കുന്നത്? മംഗലാപുരത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ ശിർക്കാകുമോ? അവിടെയും ദാരിമി പറഞ്ഞു, ഇല്ല, ശിർക്കാവുകയില്ല. ഖാലിഖാണ് വിശ്വാസം വേണം, എന്നാലേ ശിർക്കാവുകയുള്ളൂ. ഇത് സമസ്തന്റെ വിശ്വാസമാണ്. ഇവിടെ
ഈ വിശ്വാസം സമസ്തക്ക് എവിടെ കിട്ടി? ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നല്ല, ഇമാമിയങ്ങളിൽ നിന്നല്ല, അഹ്ലുസ് സുന്നയുടെ പാരമ്പര്യമായി കിട്ടിയതല്ല. നേരെ മറിച്ച് അത് ഷിയാക്കൾ കൊണ്ടുവന്ന ആശയമാണ്. അതേ ആശയമാണ് ഉസ്താദ് പ്രസംഗിച്ചത്. ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ബെന്നിയൂർ ഫൈസി പറയട്ടെ. ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, കുത്തുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുത്തുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹു അപ്പൊ കണ്ടോ, കുത്തുബുസ്സമാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ കഴിവ് കുത്തുബുസ്സമാൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ കഴിവ് കൊടുത്ത വിശ്വാസം തന്നെ ഷിയാക്കളുടെ വിശ്വാസമാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, അഹ്ലുസ് സുന്നയുടെ ഇമാമിമാരും പഠിപ്പിച്ചിട്ടില്ല. ഷിയാക്കളാണ് ആദ്യമായി പഠിപ്പിച്ചത്. അല്ലാഹ് കൊടുത്ത കഴിവാണ് വിശ്വസിച്ചാൽ മതി. റബ്ബാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഖാലിഖാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഇലാഹാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാകും. അല്ലാഹ് കൊടുത്തു വിശ്വസിച്ചാലോ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കൊടുത്ത കഴിവ് പിടുത്തം വിട്ടിട്ടാണ് പിന്നെ ആരൊക്കെ എവിടെ വിളിച്ചാലും കേൾക്കുന്നായിരുന്നു. പിന്നെ അവിടേക്ക് പോയി ഇപ്പൊ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരെ അവരാണ് എന്നിടത്തേക്ക് എത്തിയത് ഈ വിശ്വാസത്തിലൂടെ പോയിട്ടാണ്. ഇന്നിപ്പോ ലോകം നിയന്ത്രിക്കുന്ന ആര് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം എന്താ സമസ്തക്കാര് പറയാ? CM മടവൂരി. ലോകം നിയന്ത്രിക്കുന്ന ആര് എന്ന ചോദ്യത്തിന് സമസ്തക്കാരുടെ മറുപടി CM മടവൂരി എന്നല്ലേ. പടച്ച റബ്ബ് എന്ന പേര് പോലും പറയാത്തടത്തേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കാൻ ഷിയാക്കൾക്ക് സാധിച്ചു. ഇപ്പൊ പറയാ ഷിയാ സ്വാധീനം പടക്കണ്ട് എന്ന്. ഒരു കാര്യമില്ല, ഇത് ഒന്നാകെ ചതറി കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞു CM-നെ കുറിച്ച്? കുതുബാണ്, മുദബ്ബിറാണ്, എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന് തുടങ്ങി എന്തെല്ലാം എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നല്ലേ പറഞ്ഞത്. എല്ലാം മടവൂരിൽ നിന്നാണത്രേ. കേൾക്കാൻ നമുക്ക് ആ ഭാഗമെന്ന്. ഭാവികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ്. എല്ലാ നിഅമത്തും എല്ലാ ഖൈറും എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നിടത്തേക്ക് ഉസ്താദുമാരെത്തി. നാട് നീള പ്രസംഗങ്ങൾ വന്നു, വ്യാപകമായി ഇത് പ്രചരിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ റബ്ബുൽ ആലം അല്ലാഹു മാത്രം എന്ന ടൈറ്റിലിൽ പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും വരെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അവസാനം ചില ഉസ്താദുമാരൊക്കെ തിരിച്ചറിഞ്ഞു ഇവ പേരോട് ഉസ്താദ് പറയാ അങ്ങനെ കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ നബിയോട് തേടിയാലും ആരോട് തേടിയാലും അവര് സഹായിക്കൂല, അങ്ങനെ കഴിവില്ല, നേരെ മറിച്ച് അവര് മുഖേന അല്ലാഹു സഹായിക്കുന്നതാണ് എന്നാക്കി മാറ്റി ഇപ്പൊ പേരോട് മുസ്ലിയാർ. ഇപ്പൊ സമസ്തയിൽ അതാടി, ഇപ്പൊ സമസ്തക്കുള്ള അടിയതാണ്. ഇത്രയും കാലം സമസ്ത ഔദ്യോഗികമായി ഏത് സമസ്തയും പ്രചരിപ്പിച്ചെന്താ അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കുന്ന ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന ആയത്ത് വരെ സ്വന്തമായി അർത്ഥം വെച്ചുകൊണ്ട് അല്ലാഹു തആല ആർക്ക് എന്ത് കഴിവും കൊടുക്കും. അപ്പൊ ലോകമൊത്തം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തു വിശ്വസിച്ചാൽ മതി എന്നവര് പറഞ്ഞത്. പടച്ചറബിന്റെ കുദറത്ത് അതൊരു പടപ്പിന് കൊടുക്കുക എന്നുള്ള ഒരു അടിസ്ഥാന പാഠകരും വേണ്ട. അള്ളാന്റെ സിഫത്ത് അല്ലാഹ് പടപ്പിന് കൊടുത്തു. അള്ളാഹുവിന്റെ ഒരു നാമം, അവന്റെ ഒരു സിഫത്ത് ഒരു പടപ്പിന് കൊടുക്കോ? അതിനെ കൊടുത്താൽ പിന്നെ അള്ളാഹു സ്വയം പങ്കുകാരെ സ്വീകരിച്ചു എന്നല്ലേ അതിനർത്ഥം. ഇസ്ലാമിന്റെ അസ്ലെന്താ? വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹ് ഏകനാണ്, ഒരു പങ്കുകാരില്ല. പിന്നെ അല്ലാഹു ഒരാളെ അവനെ ഖാദിറാക്ക, സമീഅക്ക, ബസീറാക്ക, അലീമാക്ക, മുദബ്ബിറാക്ക, അല്ല അല്ലാഹുവിന്റെ കഴിവ് കൊടുത്താൽ അതിനർത്ഥം എന്താ? അല്ലാഹ് സ്വയം പങ്കുകാരെ സ്വീകരിച്ചു. അല്ലാഹ് നബിയെ പറഞ്ഞതിനാണ് അല്ലാഹുക്ക് പങ്കുകാരില്ലാന്ന് പഠിപ്പിക്കാൻ. ഖുർആൻ ഇറങ്ങിയത് എന്തിനാണ്? അല്ലാഹുക്ക് പങ്കുകാരില്ലാന്ന് പഠിപ്പിക്കാൻ. ബദറും ഉഹുദും ഖന്തഖും ഹുനൈനും എല്ലാം ഉണ്ടായതാണ് പങ്കുകാരെ സ്ഥാപിച്ചവരും അല്ലാത്തതും തമ്മിലാണ്. ഇതിന് അപ്പുറത്ത് അല്ലാഹ് കുറെ ആൾക്ക് ഇങ്ങനെ അല്ലാഹുവിന്റെ സിഫത്തുകൾ കൊടുക്കുകയും ചെയ്യാം. അതുണ്ടാവുക കൂട്ടരെ, അതോടെ ഇസ്ലാം പൊടിഞ്ഞില്ലേ. പക്ഷേ അങ്ങനെ കഴിവ് കൊടുക്കും, കണക്കില്ലാതെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച് ഇപ്പൊ അവസാനം കൺട്രോൾ വിട്ടു. ഇപ്പൊ നിവൃത്തില്ല. ഇപ്പൊ എല്ലാം പടപ്പിലേക്കായി, എല്ലാം മടവൂരിൽ നിന്ന് എല്ലാ ഖൈറുകളും അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ എല്ലാം മടവൂരിൽ നിന്നാണ് എന്ന് വരെ പറഞ്ഞിടത്തേക്ക് എത്തിയപ്പോ ഇപ്പൊ പ്രശ്നം മനസ്സിലായപ്പോ ഇപ്പൊ ആദർശ സമ്മേളനം ഇറങ്ങി. രണ്ടാമത് പേരോട് സഖാഫിയും അലവി സഖാഫിയും കൂടെ ഇപ്പൊ ഒരു അറ്റത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആദർശ സമ്മേളനം അത് പുതിയ ആദർശമാണ്. ഇതുവരെ പറഞ്ഞ ആദർശമല്ല. ഇതുവരെ പറഞ്ഞ ആദർശം എന്തായിരുന്നു? കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. എവിടുന്ന് വിളിച്ചാലും പ്രശ്നമില്ല, എല്ലാ കഴിവുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുലൈമാൻ നബിയുടെ കഥയ്ക്ക് ഇവിടെ എത്ര ഉസ്താദ് പ്രസംഗിച്ചതാ?
സുലൈമാൻ നബി ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി ജിന്നിനോട് തേടിയില്ലേ എന്ന് വരെ നുണ പറഞ്ഞ മനുഷ്യന്മാർ. ഇപ്പൊ അതൊക്കെ മറന്നിട്ട് ഒന്ന് ചെത്തിക്കുറിപ്പിച്ച് എഡിറ്റ് ചെയ്ത പുതിയ ആദർശമായി ഇപ്പൊ പേരോട് മുസ്ലിം ഇറങ്ങിയിട്ടുണ്ട്. അത് എന്താ പറയണത്? അങ്ങനെ അല്ലാതാണ് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, കേട്ടോളിങ്ങൾ. ഓ മുഹമ്മദ് നബിയെ, ഇന്നീ ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി, എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല, നിർവഹിക്കേണ്ടവൻ അല്ലയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം, എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ. ലിതഖദിയലി, തങ്ങൾ വീട്ടിൽ തരാൻ, വീട്ടിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അത് വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ് അതിന്റെ അർത്ഥം. ലിതഖദിയലി, ലിതഖദാലി എന്നും. അപ്പൊ എന്താ പറഞ്ഞത്? തങ്ങൾക്ക് അങ്ങനെ ചെലുക്കാൻ കഴിയോ? കഴിയില്ലാതെ. ഇത്രയും കാര്യം പറഞ്ഞതോ അല്ല, കഴിവ് കൊടുത്തു. കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നല്ലേ ഇവിടെ പറയല്. ഏത് സാധാരണ സുന്നിയും പറഞ്ഞേ ഞങ്ങൾ കൊടുത്ത കഴിവെന്നാ ചോദിക്കുന്നത്. പേരോട് പറയില്ല അവിടെ കഴിവ് കഴിയൊന്നുമില്ല, പിന്നെന്താണ്? ഇടപെടാന്നേ ഉള്ളൂ. ഏതുപോലെ പേരോടിനോട് ഒരു പള്ളി ഉണ്ടാക്കി തരാൻ പറഞ്ഞാല് പള്ളി പോയിട്ട് ഒരു കല്ല് പൊന്തിക്കാൻ മുപ്പക്ക് പറ്റില്ല, അധ്വാനിച്ച് പരിചയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയും. അതെന്താണ്? ഇടപെടണം എന്നാണ്. എന്നതുപോലെയാണ് നബിയെ നിങ്ങൾ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടാളെ കഴിവ് ലഭിക്കില്ല. എന്നിട്ട് പേരോടെത്തി ഒരു സ്ഥലത്തല്ല, ഒരു പ്രസംഗത്തിലല്ല, ഈ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചിട്ടൊക്കെ ഇതാണ് ആദർശം. പുതുതായി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനങ്ങളിൽ അലവി സഖാഫിയും പേരോട് സഖാഫിയും എല്ലാം ഇപ്പൊ പ്രസംഗിക്കുന്നത് ഈ ആശയമാണ്. കഴിഞ്ഞ ആഴ്ച ഫറൂഖ് നടന്നു, വേങ്ങ നടന്നു, ഇങ്ങനെ പരിസരത്ത് നടക്കുന്നുണ്ട്, വാഴക്കാട് നടന്നു. അവിടെയൊക്കെ പറഞ്ഞ ആശയം എന്താ? ഇതാണ് നിമിത്തമാണ്, കാരണമാണ്. അല്ല, ലോകം ഒന്നാകെ നിയന്ത്രിക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ല, അത് അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഇപ്പൊ പേരോട് പറയുന്നുണ്ട്. ലോകം മൊത്തം നിയന്ത്രിക്കൂല. ആയത്തൊക്കെ ഒതുങ്ങി എത്ര നല്ല തൗഹീദപ്പ പ്രസംഗിക്കുന്ന അറിയോ? ആ ആയത്തങ്ങനെ ഓതിയിട്ട് മുപ്പിങ്ങനെ പറയാണ്, ആരാണ് ആകാശം പടച്ചത്, ആരാ ഭൂമി പടച്ചത്, ആരാണ് വെള്ളമിറക്കിയത്, ആരാണ് മുദബ്ബിൽ അംറ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അള്ളയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്നൊക്കെ തൗഹീദിന്റെ ആയത്തോതിയിട്ടാണ് ഇപ്പൊ പേരോടിന്റെ വഴുന്നത്. അപ്പൊ പിന്നെ ഇസ്തിഗാസയോ? അപ്പൊ പേരോട് പറയാം, അത് നമ്മൾ ചോദിക്കുന്നു, അത് അല്ലാഹു തആല നടപ്പാക്കി തരും, അല്ല ഇവരാണ് നടപ്പാക്കി തരൂല, അവർക്ക് രോഗം മാറ്റാൻ കഴിയില്ല, അവർക്ക് ആവശ്യം തീർക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന ആശയമാണ് ഇപ്പൊ പേരോട് മുസ്ലിം പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തെ മറ്റൊരു വാദം കേൾക്കാം നമുക്ക്. ഇതേ ആശയം തന്നെ. എന്ത് ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ചിലര് അവരുടെ നേതാക്കൾ പറഞ്ഞു പറ്റിച്ചു. അവര് പറയും സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞാല് എല്ലാം കിട്ടുന്നത് CM വലിയുള്ളാഹിൽ നിന്നാണ്, അല്ലെ എല്ലാം കിട്ടുന്നത് മുഹീദ്ദീൻ നിന്നാണ്. ഇങ്ങനെയൊക്കെയാണ് സുന്നികളുടെ വിശ്വാസം. സുന്നികളുടെ വിശ്വാസം ഞാനിപ്പോ പറഞ്ഞതാ. അപ്പൊ ചിലർ പറഞ്ഞ് പറ്റിക്കണ എല്ലാം കിട്ടുന്ന CM എന്നൊക്കെ ചിലര് നമുക്ക് വിശ്വാസം പറയും. അങ്ങനൊന്നുമില്ല, അങ്ങനെ ആരോപണം പറ്റിക്കാണ്. സുന്നികളുടെ വിശ്വാസം അതല്ല എന്നിടത്തേക്ക് എത്തി. ഈ പ്രസംഗം ഇറങ്ങിയപ്പോ നൗഷാദ് കൂട്ടുകൾ പേരോട് വഹാബിയായി, പേരോട് വഹാബിയായി പോയി. ഇനി ഇസ്തിഗാസല്ല, ഇനി ഇസ്തിഗാസല്ല. അങ്ങനെ കഴിവുണ്ടെങ്കിൽ സഹായം ചോദിക്കാം. കൊടുത്ത കഴിവെന്നാ ചോദിച്ചത്. അങ്ങനെ കൊടുത്ത കഴിവില്ലാന്നാലോ? അങ്ങനെ കഴിവില്ലാന്ന കഴിവ് കൊടുക്കുന്ന പ്രശ്നമില്ല, പിന്നെ ഇസ്തിഗാസ ചെയ്യാൻ പറ്റും. ഈ തപസ്സുലേ ഉള്ളൂ, ഇനി ഇസ്തിഗാസല്ല. അത് പേരോട് മുസ്ലിയാർ ഇപ്പൊ മാറ്റി 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 വഹാബിയായി പോയിട്ടുള്ളതാണ് മറ്റേ മുസ്ലിയാരുടെ ആരോപണം. അതുകൂടി കേൾക്കാം നമുക്ക്. സാക്ഷാൽ പേരോട് റഹ്മാൻ സഖാഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ കോലത്തിൽ പിശാച് സ്വപ്നത്തിൽ വരുമെന്ന് പറഞ്ഞാൽ, ഇസ്തിഗാസ അല്ലാഹുവിന്റെ റസൂൽ സഹായിച്ചു എന്ന് പറയുന്നത് അദബുകേടാണ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വാചകം ശരിയായ അദബല്ല എന്ന് പറഞ്ഞാൽ, വാപ്പ അവശനായ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആ വ്യക്തി, അയാൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആദർശയാത്രയിലെ പ്രസംഗം എന്താ ഇപ്പോ ലേറ്റസ്റ്റ് പ്രസംഗം അതിലെന്താ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മടവൂരിൽ നിന്നാണെന്നോ, ഞങ്ങൾക്കെല്ലാം കിട്ടുന്നത് മുഹയ്യദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ. അങ്ങോട്ടുണ്ട്, ഇവിടെ ഒന്നും നിന്നിട്ടില്ലേ, അങ്ങനെ പോവാൻ. മുഹയ്യദ്ദീൻ ശൈഖിൽ നിന്നാണെന്നോ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. ഓ, ഇവനെ ഏൽപ്പിച്ചതാണല്ലോ അഹ്ലുസുന്നയുടെ വാദം പറയാൻ. കടുത്ത വഹാബിയെ ആരെങ്കിലും സുന്നി ആശയം പറയാൻ ഏൽപ്പിക്കുമോ? എന്തൊരു അഹങ്കാരം! അല്ല വന്ന് നേരെ വലിപ്പിക്കലല്ല, അതിന് ആളുണ്ട് ഇവിടെ.
ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇവിടെ. ഒരു ചെടി മുളക്കണമെങ്കിൽ ആ ചെടി മുളക്കുന്നതിന്റെ പിന്നിൽ ഏൽപ്പിക്കപ്പെട്ട ആളുണ്ട് ഇവിടെ. എന്താ നിങ്ങൾ മനസ്സിലാക്കി? അള്ളാന്റെ ജലാലിയത്തെങ്കിലും പഠിക്കണ്ടേ? അള്ളാരാന്ന് പഠിക്കണ്ടേ? അപ്പൊ എന്താ ഈ പേരോട് കടുത്ത വഹാബിയായി? എന്താ പ്രശ്നം? നബിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല. പേരോട് ആ പ്രശ്നത്തിൽ പിന്നെ പറഞ്ഞ ഉദാഹരണമാണ് കുഴഞ്ഞെടുക്കണ വാപ്പാന്റെ ഉദാഹരണം. അതാണ് മുപ്പ പറഞ്ഞത്. വാപ്പ കുഴഞ്ഞെടുക്കാണ്. മുഹമ്മദ് വാപ്പ എനിക്കൊരു പേരുണ്ടാക്കണല്ലോ, വാപ്പാക്ക് പേരുണ്ടാക്കി കൊടുക്കാൻ വയ്ക്കോ, ഇവിടെ എടുക്കല്ലേ. പിന്നെ എന്താ മോനി പറഞ്ഞത്? അത് വാപ്പ നിങ്ങളതിന് വേണ്ട ഏർപ്പാട് ചെയ്ത് തരണം, ഇടപെടണം എന്ന അർത്ഥത്തിലാണ്. എന്നതുപോലെയാണ് നബിയെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നബിക്ക് സഹായിക്കാൻ കഴിയൂല. ഔഷാദ് മുസ്ലിം പറയാണ് ഇത് വഹാബികൾ ആശയാണ്. ഇത് എങ്ങനെ നിങ്ങൾ ഇസ്തിഗാസ ചെയ്യാൻ നാം ഉപയോഗിക്കണം? ഇത് എങ്ങനെ ബദൽമാരെ പാടാൻ നാം ഉപയോഗിക്കുന്നത്? ഇത് എങ്ങനെ കുതുബിയത്തിൽ ഇല്ലാതെ ചോദിക്കാൻ? കുതുബിയത്തിൽ എന്താണ്? വല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളാണ് ഉടമക്കാരൻ. നാം കുതുബിയത്തിലുള്ളത് പേരോട് കൊടുത്തിട്ടൊന്നുമില്ല, അള്ളയാണ് ചെയ്യുക എന്നിടത്തേക്ക് ഇപ്പൊ എത്തി. ഇത് പേരോട് മുസ്ലിയാരും ആലിമി സഖാഫിയും മാത്രമേ പ്രസംഗിക്കുള്ളൂ ഈ ആദർശ പടയോട്ടത്തിന്. വേറെ ആരും കൂട്ടാൻ ധൈര്യമില്ല. ഇവിടെ ഞങ്ങൾ ഒത്തിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിച്ചതാണ്. നന്നാകാൻ ഉള്ള ദയ്യത്താണെങ്കിൽ അൽഹംദുലില്ലാഹ് പഠിച്ചോഹിതായി കൊടുക്കട്ടെ. പക്ഷെ അപ്പുറത്ത് സാക്ഷാൽ പ്രസിഡന്റ്, അവരുടെ ഉലമാ സംഘടനയുടെ പ്രസിഡന്റ് കാന്തപുരത്തിന് സ്റ്റേജിൽ എത്തിക്കൊണ്ട് അയാൾ പ്രസംഗിക്കാണ്ട് നബി തന്നെ മൊത്തം നിയന്ത്രിക്കുന്നത്, മൊത്തം മുദബ്ബിർ അത് നബി തന്നെയാണ് എന്ന് അപ്പുറത്ത് പ്രസംഗിക്കുക. അതും കൂടി പിന്നെ താജുലുലമ സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹുവിനെ പറ്റി കുത്തുബ് എന്ന് പറഞ്ഞുകൊണ്ട് തീർക്കായിരുന്നു. അപ്പം ഇദ്ദേഹം കുത്തുബാണ്, മദീനത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ പ്രചരിച്ച് ദീനിയായ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയ മഹാനാണ് അവരുകൾ. എല്ലാവരെയും ആര് പറഞ്ഞേക്കുന്നതന്നെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞേക്കണേ. അള്ളാൻ്റെ ഹബീബ് ഇപ്പോഴും വഫാത്തായി പോയിക്കണമെങ്കിലും എൻ്റെ വഫാത്ത് നിങ്ങൾക്ക് കയറാണ്, എൻ്റെ അയാത്ത് കാലത്ത് അയാത്തും കയറാണ്, വഫാത്തും കയറാണ്. റസൂൽ പോയി എന്ന് പറയാൻ പറ്റില്ല. റസൂൽ എപ്പോഴും ജീവിച്ചിരിക്കാൻ മാതിരിയാണ്. നമ്മൾ സലാം ചെല്ലിയാലും മടക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ഹബീബായ നബിയാണ് ഇപ്പോഴും ഇവിടെ ലോകം നിയന്ത്രിക്കുന്നത്. റഹ്മത്തുൽ ആലമീനായ ഹബീബായ നബിൻ്റെ നിയന്ത്രണമാണ് ഈ ലോകത്ത് കാണിക്കണേ. ആ നിയന്ത്രണത്തിൽപ്പെട്ട ഒന്നാണ് ഈ കുത്തുബനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? നബിതങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത്. വഫാത്തായാലും ശരി നബിയാണ് കുത്തുബിനെ പറഞ്ഞയക്കുന്നത്. CM അടക്കമുള്ള കുത്തുബുകളൊക്കെ റിക്രൂട്ട് ചെയ്ത് ഏൽപ്പിക്കുന്ന ആളാ അല്ലാഹുവിന്റെ റസൂലാണ്. നബിയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അപ്പുറത്ത് ഈ സുലഭ പറയാം, അതിന് കാന്തപുരം മുസ്ലിയാർ സാക്ഷി. പക്ഷെ ഇപ്പുറത്ത് പുതിയ ആദർശ യാത്ര ചെയ്ത പുതിയ ആദർശവുമായി വന്നിരിക്കുന്ന പേരോട് മുസ്ലിയാർ പ്രതീക്ഷയുണ്ട്. മറ്റു ഷിയാക്കളുടെ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ നല്ല കാര്യം. ആ ആദർശ ഓട്ടത്തിലാണ് അലവി സഖാഫി പ്രസംഗിച്ചത്. എല്ലാ ആചാരവും എല്ലാ അന്ധവിശ്വാസവും തന്നെ ഷിയാക്കളിലേക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊരു പ്രതീക്ഷയാണ് സഹോദരങ്ങളെ. അങ്ങനെ ചില മാറ്റമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഇത് അങ്ങനെ മാറാൻ കഴിയില്ല. പണ്ട് എഴുതിയത്, പണ്ട് പ്രസംഗിച്ചത് ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം എന്താ ചെയ്യാ? ഇത് മാറ്റണമെങ്കിൽ വഹദത്ത് മാല എന്ന പേര് മാലുണ്ട്. വഹദത്ത് മാല ഒരു വലിയ കാര്യപ്പെട്ട മാലയായിട്ട് കൊണ്ടെടുക്കുകയാണ് വഹദത്ത് മാല. അതിന് മലയാളത്തിന് പരിഭാഷയുണ്ട്. വഹദത്ത് മാല വ്യാഖ്യാനം സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് പണ്ട് AP സുന്നിയോട് പരിചയപ്പെട്ടാണ് പരിഭാഷ എഴുതി. വഹദത്ത് മാല വ്യാഖ്യാനം. ആ വഹദത്ത് മാലയിൽ കാണാം ഒരു വരി കൊടുക്കുകയാണ്. വല്ലാ നീരത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവറ് എന്ന വരി കൊടുത്തിട്ട് ഇയാളെ വ്യാഖ്യാനം കണ്ടോ? ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. കാരണം ഗൗസുൽ ആലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ ആലമുമാണ്. പിന്നെന്തു പ്രയാസം? കണ്ടോ? അള്ളാഹിനെ വിളിച്ചാൽ ഗൗസുൽ ആലമാണ് ഉത്തരം ചെയ്യുക, ഗൗസുൽ ആലമിനെ വിളിച്ചാലോ അള്ളാഹുവാണ് ഉത്തരം ചെയ്യുക. പിന്നെന്താ പ്രയാസം? രണ്ടും ഒന്നാണ്, വേർതിരിക്കാനില്ല. ഇത് സമസ്തയുടെ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്ന് AP സുന്നിയോട് പരിചയപ്പെടുത്തിയ ആള് പരിഭാഷപ്പെടുത്തിയ വഹദത്ത് മാല വ്യാഖ്യാനമാണ്. ഇതൊന്നും അങ്ങനെ മറന്നുപോകില്ല. ഇപ്പോഴും ആദർശ സമ്മേളനം ഇറങ്ങിയിട്ട് അങ്ങനൊന്നുമില്ല, കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തനിക്കില്ല. തെറ്റുപറ്റി പറഞ്ഞാൽ മതി. തെറ്റുപറ്റി, ഞങ്ങൾ ഷിയാക്കൾ ആശയം സ്വീകരിച്ചു പോയി, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, പിന്നെ നമ്മൾ ആരും ആക്ഷേപിക്കാൻ പിന്നാലെക്കില്ല. പക്ഷെ അതോടെ എല്ലാ മാലപ്പാട്ടും ഒഴിവാക്കേണ്ടി വരും. എല്ലാ മാലപ്പാട്ടിലും ആശയാശയുള്ളത് കുത്തുബിയത്ത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ബദലുമാലയും മുഹീദ്ദീൻമാലയും നഫീസത്തുമാലയും ഒക്കെ അത് ഒഴിവാക്കേണ്ടി വരും. അതിലൊക്കെ ഈ ഷിയ ആശയമാണുള്ളത്. ഇസ്തിഗാസ തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇസ്തിഗാസ ചെയ്യുമ്പോ അവർക്ക് കഴിവില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാ ചോദിക്കാന്നാണ്. ഇസ്തിഗാസ അവസാനിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ എല്ലാ ഷിയ ആശയങ്ങളും ഇപ്പൊ സമസ്തയുണ്ട്.
അതിൽ നിന്ന് ശുദ്ധീകരണത്തിന്റെ തുടക്കമാണോ പേരുടെ മുസ്ലിയാരെ ഈ നയമാറ്റമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഉള്ള അവസ്ഥയിൽ ഇവിടെ സമസ്ത പ്രചരിപ്പിക്കുന്ന ഏതാണ് ഒട്ടുമിക്ക കാര്യങ്ങളും ഷിയ ആശയം തന്നെയാണ്. അത് ഷിയാക്കളും സമ്മതിക്കുന്നുണ്ട്. ഷിയാക്കൾ തന്നെ പറയുന്നു ഞങ്ങളും സുന്നിയാളും ബായി ബായി ആണ് എന്ന് പറയുന്ന പ്രസംഗം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. शिया सुन्नी मुसलमान अहले बैत के आशिक, लेकिन ये जो दूसरी चीजें अभी आ रही हैं सल्फियों और वहाबियों की तरफ से, ये अहले बैत के दुश्मन लगते हैं. जाहिर उनकी कब्रों को भी गिरा दी, अभी आप सुन रहे हैं और दूर मका. लेकिन जितने सुन्नी हैं हमारे भाई वो अहले बैत के आशिक हैं, बड़ा एहतराम करते हैं, रोते हैं, मजसे में आते हैं, नजर नियाज करते हैं. देखिए बीच में अहले सुन्नत हैं, इनकी तादाद सबसे ज्यादा है सारी दुनिया में. इधर शिया है, इधर वहाबी है. अब जो अकलमंदी करेगा फ्यूचर उसी का मुस्तकबिल, उसी का रोशन. अब अकायद में सुन्नी हमारे भाई 90% उनका अकीदा हमारा एक है. हम कहते हैं या रसूल अल्लाह, वो भी कहते हैं या रसूल खुदा. हम कहते हैं या अली मदद, सुन्नी भी कहते हैं या अली मदद. हम मजलिसों में रोते हैं, सुन्नी भी रोते हैं. वहां भी सब इसको बिदअत बिदअत हराम हराम समझते हैं. हम औलिया खुदा की मदारों पे जाते हैं, सुन्नी हजरात भी जाते हैं. हम नजर नियाज देते हैं, सुन्नी भाई भी नजर नियाज देते हैं. हम शफाअत के कायल हैं, वो भी शफाअत के कायल हैं. हम ज़ियारत पे जाने के कायल हैं. 99% भी कह सकते हैं, लेकिन 90% कोई शक ही नहीं. अकायद जो हमारे हैं वो अहले सुन्नत के भाइयों के एक है, मगर 90% वहां भी उनके अकायद हमारे खिलाफ है, शियों के भी सुन्नी के. और उधर आपने देखा कि मदारों पर भी वो बम रखते हैं, उन्हें भी मार रहे हैं, हमें भी मार रहे हैं. लेकिन अब अकलमंदी अगर हम करें तो सुन्नी भाई हमारे पास आएंगे. लेकिन अफसोस ये है कि जो अकलमंदी हमें करनी चाहिए वो हम नहीं कर रहे हैं. वहां भी उन्हें पैसे दे के खींच रहे हैं. और हमारी मजलिस में अगर आ जाए हम 2-3 ऐसी बातें कर देते हैं कि वो फिर दोबारा आते ही नहीं. सुन्नी भाई मजलिसों में आते हैं, मजलिस करते हैं. मुल्तान में हमसे मजलिस एक सुन्नी भाई पढ़वाता था. कहते हैं 90 के करीब परमिटें हैं जुलूस की, और उसमें से 70% सुन्नियों के जुलूस निकलते हैं. मुल्तान सेवन शरीफ आप जाएंगे मुहर्रम में सब काले कपड़े में, सारे शहर शिया है, सारा शहर शिया नहीं है, सब मातम भी करते हैं सुन्नी. मटियारी सिंध का एक शहर हैदराबाद के नजदीक, वहां वहाबी भी मातम करते हैं. पुरानी आदत है, जियारत नहीं पढ़ते, कहते ये बिदअत है. सुन्नी भी मातम करते हैं. तो अजीज अब आप देख रहे हैं हम अपनी मजलिसों का रुख नहीं बदल रहे हैं कि भाई सुन्नियों को हम बुलाएं, हम सुन्नी भाई को भगा देते हैं. और वो वहां भी पैसे दे रहे हैं, उनको खींच रहे हैं, मदरसे में मदद कर रहे हैं. हाँ जी, हर तरीके से उन्हें खींच रहे हैं. हम खींच नहीं रहे, आने वाले को भगा देते हैं. तो ये हम अपना नुकसान कर रहे हैं. आप देखिए वहां भी 50 साल पहले पाकिस्तान में 5% थे मुश्किल से. इस वक्त उनकी तबलीग से वो किसी मुल्क में 40% हो गए, किसी शहर में 30% हो गए, 20%. क्यों? वो तबलीग कर रहे हैं वहां से. कहां से अपनी तादाद बढ़ा रहे हैं, सुन्नियों को खींच रहे हैं और हम सुन्नियों को भगा रहे हैं. लेकिन सुन्नी सारे अहले बैत के आशिक हैं. इन्हें आप भगाएंगे तो हमारी तादाद कम होगी, हम कमजोर होंगे. अगर अजीज हम लोगों को सही तबलीग करें, मैं समझता हूँ लाखों सुन्नी आज शिया बनने के लिए तैयार है. हम कोशिश नहीं करते. हर वहाबी ने कसम खाया कि मरने से पहले 10 वहाबी मुझे बनाने. वो शिया तबलीग नहीं करते. इल्म आपके पास है, दलील आपके पास है, फलसफा आपके पास है, मंतिका. आप देखिए हर वहाबी साल में 1 महीना तबलीग के लिए देता है. डॉक्टर हो, प्रोफेसर हो, हर आदमी. आप देते हैं, हम नहीं देते. 10 दिन आगे खत्म. इसीलिए उनकी तादाद बढ़ रही है. अमेरिका में गया, नॉर्थ अमेरिका में हर साल ये रिपोर्ट है, सही रिपोर्ट है, हर साल 50,000 अमेरिकन को वहाबी बना रहे हैं. 50,000 अमेरिकन हर साल वो तबलीग कर रहे हैं. इमाम जमाना का इंतजार हम कर रहे हैं, तबलीग वो कर रहे हैं. अजीज अगर आपके पास इल्म भी है, सब कर काम नहीं करेंगे तो कैसे नतीजा मिलेगा? जो आता हुआ भी सुन्नी भाई उसको भगा देते हैं. അപ്പൊ കണ്ടു, എല്ലാ അർത്ഥത്തിലും സുന്നി ഷിയ ഒന്ന് തന്നെയാണ്. വഹാബി മാത്രമേ കുഴപ്പമുള്ളൂ ഇവിടെ. അപ്പൊ ഇതാണ് നമ്മളും പറഞ്ഞത്. അവർ എന്താണ് ലക്ഷ്യമാക്കിയത് അതാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടാം. ഇത് സുന്നി മുജാഹിദ് തർക്കം പറഞ്ഞിട്ട് ഒരു അങ്ങനെ പറഞ്ഞു, നമുക്ക് മറുപടി വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശിക്ക് പോകേണ്ട കാര്യമല്ല. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുണ്ടോട്ട് നേർച്ചയിൽ പോലും പിടിച്ച ബാനർ എന്താ? കുണ്ടോട്ട് നേർച്ചയിൽ ജാഥ പോകുമ്പോ ആ ജാഥ മുന്നിൽ പിടിച്ച ബാനർ എന്താ? യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. ഇതെവിടെ നമ്മൾ പണ്ട് കേൾക്കുന്നത്? അതെങ്ങനെ നമ്മുടെ നാട്ടിൽ എത്തിയത്? ആ ബാനർ പ്രകാരം എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഒന്നാകെ അണിനിരുന്നത്? അല്ലാത്തോണ്ടാകും നിവൃത്തില്ല. മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ അത് സ്വീകാര്യമായി? യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. അവർക്ക് പ്രധാനപ്പെട്ട 5 ആശയാക്കളുള്ളത് ഈ 4 നബിയും. അതാ ഷിയാക്ക് പഞ്ചദൈവങ്ങൾ. ഇവർ 5 എല്ലാത്തിനും അവർ വിളിക്കുന്നത്. അതാ ഫാത്തിമ മൗലിദൊക്കെ പറഞ്ഞത് എനിക്ക് 5 പേരുണ്ട്. 5 എനിക്കുണ്ട്. എന്തിന്? എല്ലാത്തിനും വിളിക്കാൻ, അടക്കമുള്ള പ്രേകടക്കമുള്ള ഏത് പ്രശ്നം തീർക്കാൻ എനിക്ക് 5 പേരാണുള്ളത്. ഒന്ന് അൽ മുസ്തഫ വൽ മുർത്തദ വബനാഹുമാ വൽ ഫാത്തിമ.
ഒന്ന് മുസ്തഫായ നബി, രണ്ട് മുർത്തദായ അലി, വബിനാഹുമ അവ രണ്ട് മക്കള് ഹസൻ ഹുസൈൻ, ഫാത്തിമ ഫാത്തിമ. ഇതാണ് എനിക്കുള്ള 5 പേർ എന്നാണ് ഫാത്തിമ മൗലിദിൽ പറഞ്ഞത്. അതന്നെ ഇവിടെയും. സഹോദരങ്ങളെ, അറിയാതെ നമ്മിലേക്ക് ഷിയായിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഒന്നിച്ച് ഇത് തിരിച്ചറിയുകയും വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും ഏത് വിശ്വാസമാണോ ഏത് ആചാരമാണോ പഠിപ്പിച്ചത് അതിലേക്ക് മടങ്ങലുമല്ലാതെ വേറെ പരിഹാര മാർഗമില്ല. അല്ലാതെ ആദർശ സമ്മേളനത്തെ പേരും പറഞ്ഞ് പ്രോഗ്രാം സംഘടിപ്പിച്ച് മുജാഹിദുകൾ ചിത്തറിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കേണ്ട. ഈ വക മാറ്റങ്ങളൊക്കെ ലോകം അറിയുന്നുണ്ട്. അത് ലോകത്തെ അറിയിക്കുക തന്നെ ചെയ്യും. ആവശ്യമെങ്കിൽ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇതിന്റെ തുടർച്ചയായി ഇനിയും പ്രോഗ്രാമുകൾ ഇസ്ലാം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ ചെയർമാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് തുടക്കം മാത്രമാണ്. തെറ്റായ ആദർശം ഇവിടെ സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും ആര് രംഗത്ത് വന്നാലും ശരി അതിനെതിരായി പ്രമാണമടിസ്ഥാനമാക്കി ഇറങ്ങി പുറപ്പെടാനുള്ള പ്രതിജ്ഞാബദ്ധ തന്നെയാണ് ഓരോ മുജാഹിദും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അഖീദ നമ്മൾ പഠിക്കുക, വിശ്വാസം നമ്മൾ പഠിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചക വിജയങ്ങൾ സ്ഥിരപ്പെട്ടു വന്ന ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും സ്വീകരിച്ച് പഠിപ്പിച്ച ആദർശം എന്താണോ വിശ്വാസം എന്താണോ ആ വിശ്വാസം പഠിക്കാൻ നാം തയ്യാറാവുക. അതിലേക്ക് നമ്മൾ മടങ്ങുക. പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി മനസ്സുകൊണ്ട് മടങ്ങുക. നമ്മൾ ആമുഖ സംസാരത്തിൽ പറഞ്ഞതുപോലെ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാവൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. തർക്കമില്ലാത്ത തർക്കമുണ്ടാവേണ്ടതില്ലാത്ത ആശയമാണത് എങ്കിൽ ആ ആശയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മാത്രമാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അതിനാണ് എനിക്കുള്ള കൽപ്പന എന്ന ആ പ്രഖ്യാപനം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് ശരിയായ മുഅ്മിനായി മുസ്ലിമായി മുവഹിദായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.